നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണ വീഴ്ചയിൽ നിയമസഭയിലെ പ്രതിപക്ഷ പ്രക്ഷോഭം സംഘർഷഭരിതമായി. സ്പീക്കറുടെ ഡയസിൽ അൻവർ സാദത്തും മാത്യു കുഴൽനാടനും കയറി. പ്രതിപക്ഷാംഗങ്ങളും വാച്ചൻ വാർഡും തമ്മിൽ കയ്യാങ്കളിയായി. വാച്ചൻ വാർഡിനെ ആക്രമിച്ചെന്നാരോപിച്ച് മുഖ്യമന്ത്രി നിലപാടെടുത്തു. അന്വേഷണത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. വാച്ചൻ വാർഡ് പ്രകോപിപ്പിച്ചതായി പ്രതിപക്ഷ നേതാവും അവർ ഒന്നും ചെയ്തിട്ടില്ലെന്ന് സ്പീക്കറും പറഞ്ഞു. ഈ വിഷയം ഇന്ന് വിശദമായി ചർച്ച ചെയ്യുന്നു സൂപ്പർ പ്രൈം ടൈമിൽ. ശ്രീ എം നൌഷാദ് MLA CPM തിരുവനന്തപുരത്ത് നിന്ന്, ശ്രീ പഴകുളം മധു കോൺഗ്രസ്, ശ്രീ പി ശ്യാംരാജ് BJP, അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി അഭിഭാഷകൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ എം നൌഷാദ്. ഇപ്പോൾ സ്വാഭാവികമാണല്ലോ, വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ പ്രതിപക്ഷം സഭയ്ക്കകത്ത് സമരം ചെയ്യുക, സഭയ്ക്ക് വെളിയിൽ സമരം ചെയ്യുക. അവരുടെ 2 MLA മാർ നിരാഹാര സമരം ഇരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് ചോദ്യോത്തരവേള മുതൽ തന്നെ ഒരു ആ ടെമ്പോ ഉണ്ടാക്കുക എന്നുള്ളത് പ്രതിപക്ഷം സാധാരണഗതിയിൽ ചെയ്തതാണ്. നിങ്ങൾ പ്രതിപക്ഷം ഇരുന്നപ്പോൾ നിങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വലിയ ആനക്കാര്യമായി കാണേണ്ടതുണ്ടോ? അല്ല അഭിലാഷ്, വസ്തുതകളായി കാണണം. ഈ വിഷയമുണ്ടായിട്ട് എത്ര നാളായി? ഈ വിഷയത്തിൽ അവരിന്ന് അഭിലാഷ് തന്നെ പറഞ്ഞതെന്താ? അന്വേഷണ വീഴ്ചയിൽ എന്ന്. അന്വേഷണം നടത്തുന്നത് ആരുടെ മേൽനോട്ടത്തിലാണ്? ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണ്. അതിൻ്റെ ഡേ ടു ഡേ റിപ്പോർട്ടുകൾ നൽകേണ്ടതും തുടർ മോണിറ്ററിംഗ് എല്ലാം നടത്തുന്നത് ഹൈക്കോടതിയാണ്. സംസ്ഥാന സർക്കാരിന് അതിലൊരു കാര്യമില്ല. കാരണം തുടക്കഘട്ടത്തിൽ കേസ് ഈ വിഷയമുണ്ടായപ്പോൾ ഹൈക്കോടതി നേരിട്ട് അന്വേഷിക്കണം, ഏതന്വേഷണവും തയ്യാറാണെന്നാണ് സർക്കാർ പറഞ്ഞത്. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണത്തിൽ SIT രൂപീകരിച്ചു. ആ രൂപീകരിച്ചതിൽ ഉൾപ്പെടുത്തിയവരെക്കുറിച്ച് ആക്ഷേപം പറഞ്ഞപ്പോഴും ഹൈക്കോടതി തന്നെയാണ് അവരതിന് എലിജിബിളാണ് എന്നുള്ള കമന്റ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം, ഹൈക്കോടതിയുടെ നേതൃത്വത്തിലല്ല. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കാണ്, സമ്മതിച്ചു ഞാൻ. പക്ഷേ കേസിലെ പ്രതികൾ ഒന്നൊന്നായി സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ കിട്ടി പുറത്തു വരികയാണ്. അങ്ങനെ പുറത്തു വരാനുള്ള കാരണം കുറ്റപത്രം കൊടുക്കാത്തതാണ്. കുറ്റപത്രം കൊടുക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് അന്വേഷണം പുരോഗമിക്കുന്നില്ല, തൊണ്ടി കണ്ടെത്താൻ കഴിയുന്നില്ല. കൺക്ലൂസീവായി ഇതാ ശബരിമലയിൽ ഇതാണ് സംഭവിച്ചത് എന്ന് കണ്ടെത്താൻ SITക്ക് കഴിയാതെ അവരിങ്ങനെ കുറെ കാലമായിട്ട് തൊണ്ട് തല്ലുകയാണെന്നേ. എന്തെങ്കിലും നടക്കണ്ടേ? നിങ്ങള് ഇത്ര മണിക്കൂറിനുള്ളിൽ, ഇത്ര ദിവസത്തിനുള്ളിൽ എന്ന തരത്തിൽ ഇത് അന്വേഷണം പോകാൻ പറ്റുമോ? അന്വേഷണം അത് ഹൈക്കോടതി അവരോട് ചോദിക്കേണ്ടതാണ്. ഹൈക്കോടതി തന്നെയാണ് വസ്തുതാപരമായി ഹൈക്കോടതിക്ക് നൽകുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി തന്നെയാണ് ഈ അവർക്ക് നീട്ടിക്കൊടുത്തിട്ടുള്ളതും മറ്റും. നമ്മളെങ്ങനെ വെളിയിൽ നിന്നിട്ട് അഭിപ്രായ പ്രകടനം നടത്തുന്നത്? അത് അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് തന്നെ ശരിയാണോ? ഇവിടെ ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. നമുക്ക് അടിയന്തര പ്രമേയം കൊണ്ടുവരുമല്ലോ എല്ലാത്തിനും. അടിയന്തര പ്രമേയം ആയിട്ട് കൊണ്ടുവന്നാൽ ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്ന് പരസ്യമായി പറഞ്ഞിട്ടും ചർച്ച വേണ്ട, മന്ത്രിയുടെ രാജിവെക്കണം. അതാണ് അവരുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ്. എന്തിനാണ് വാസവൻ മന്ത്രി രാജിവെക്കേണ്ടത്? എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഫ്ലോറിൽ കോടതിയിലോ ഏതെങ്കിലും ഒരു പരാമർശത്തിലോ എവിടെയെങ്കിലും വാസവ മിനിസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു പരാമർശമെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു ആരോപണമെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ട് അത് വളരെ ബോധപൂർവം ഒന്നുമേ ഇല്ലാത്ത സർക്കാരിനെ സംബന്ധിച്ച് ഒറ്റ നിലപാടേ ഉള്ളൂ, ഇതിൽ ഉപ്പ് നിന്നവൻ വെള്ളം കുടിക്കണം. ശരി, ആ കൃത്യമായ നിലപാട് തന്നെയാണ്. ആ അന്വേഷണത്തിലൊന്നും ഇടപെടാനേ പോകുന്നില്ല. പക്ഷെ അതിൽ അങ്ങനെ പുകമറ സൃഷ്ടിച്ച് വിഷയങ്ങൾ ഉണ്ടാക്കി ഇത് ലൈവാക്കി നിർത്തുക എന്നുള്ളതിനപ്പുറത്തേക്കുള്ള ആ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമാണ് ഇന്ന് നിയമസഭയിൽ നിങ്ങൾ കണ്ടതെന്താ? അല്ല അഭിലാഷ്, നിയമസഭയിൽ ഇന്ന് ഒരു സംഘർഷാവസ്ഥയും ഇല്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തലേന്നേ തന്നെ അന്ന് പ്രശ്നം ഉണ്ടാവും എന്നുള്ള തരത്തിൽ എല്ലാവരും മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അന്ന് തയ്യാറായി നിന്നതാണല്ലോ. ഇവിടെ അങ്ങനെയൊന്നുമുള്ളൊരു സാഹചര്യം സഭയ്ക്കകത്ത് ഇന്ന് ഉണ്ടായതേയില്ല. ഇന്നലെ തന്നെ അവർ ഈ മുദ്രാവാക്യം വിളിച്ചു, കുറച്ച് കഴിഞ്ഞ് അവർ ഇറങ്ങിപ്പോയി. ആ തരത്തിൽ തന്നെ ആയിരിക്കും ഇന്നും എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ തരത്തിലേക്ക് അവർ മാറിയത്. അതൊരിക്കലും ആവശ്യമായ ഒരു വിഷയത്തിനല്ല. അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായിട്ടും അതിന് തയ്യാറാകാത്ത പ്രതിപക്ഷമാണ്, ഒളിച്ചോടുന്ന പ്രതിപക്ഷം. ശരി, അതിന് പ്രതിപക്ഷമാണ് മറുപടി പറയുന്നത്. കോൺഗ്രസ് പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അതിന് മറുപടി പറയും. അവരെ ഇപ്പോൾ ലഭ്യമാവാത്തതുകൊണ്ടാണ്, ഉടനെ അത് ഉണ്ടാകും. ശ്രീ ശ്യാംരാജ്, ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഒന്ന് ഹൈക്കോടതിയാണ് അന്വേഷണ സംഘത്തെ, ഏജൻസിയെ തീരുമാനിച്ചത്, രൂപീകരിച്ചത്, അംഗങ്ങളെ നിർദ്ദേശിച്ചത്, മേൽനോട്ടം വഹിക്കുന്നത്. അപ്പോൾ അവർ സീൽഡ് കവറിൽ കൃത്യമായും ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് വാങ്ങുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. ജസ്റ്റിസ് രാജാ വിജയരാഘവനും ജസ്റ്റിസ് ജയകുമാറും അവർ രണ്ടുപേരും വളരെ ഇന്റഗ്രിറ്റിയുള്ള ജഡ്ജിമാരാണ്. അവർ കൃത്യമായി ഈ അന്വേഷണം വിലയിരുത്തി ഓരോ ചുവടും
എന്താണ് എന്ന് അവലോകനം ചെയ്യുന്നുണ്ട്. ഇതുവരെയും മേൽനോട്ടം വഹിക്കുന്ന ഈ ദേവസ്വം ബെഞ്ചിന് അന്വേഷണത്തെക്കുറിച്ചോ അന്വേഷണ സംഘത്തെക്കുറിച്ചോ ഒരു അഭിപ്രായമില്ല. അവരത് പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അന്വേഷണത്തിന് കൂടുതൽ സമയം നൽകുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അന്വേഷണം സ്തംഭിച്ചു, അല്ലെങ്കിൽ അന്വേഷണം ശരിയായ വിധത്തിൽ പോകുന്നില്ല എന്ന് പറയാൻ നമ്മുടെ മുമ്പിൽ വസ്തുതാപരമായി ഫാക്ട്സ് ഉണ്ടോ? അഭിലാഷിനകത്ത് രണ്ട് കാര്യമുണ്ട്. ഇന്നിപ്പോൾ നിയമസഭയിൽ ഇവർ തമ്മിലുള്ള ഈ തർക്കവും തമ്മിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ കൊള്ള മുതൽ പകുത്തെടുക്കുമ്പോൾ കൊള്ള സംഘങ്ങൾ തമ്മിൽ തല്ലുന്ന പോലെയാണ്. ഇതിൽ LDFനോ കോൺഗ്രസ് പാർട്ടിക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും? ഇവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ കൊള്ളക്കാരുടെ നേതാവ് ആദ്യമായിട്ട് വരുന്നത് 2014 എന്ന് വെച്ചാൽ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ്. അതിനുശേഷം എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അതിനുശേഷം ഈ പറയുന്ന 2019 ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ പത്മകുമാർ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കുന്നു. അതിന് തൊട്ടു മുമ്പ് അതിന് ശേഷമായിട്ട് കോൺഗ്രസ് നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ശബരിമലയിൽ 1.5 കോടിയുടെ പാത്രങ്ങൾ വാങ്ങിയെന്നും പറഞ്ഞിട്ട് അവിടെ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ഇപ്പോഴും വിജിലൻസ് അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നേ. ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ അദ്ദേഹം നിങ്ങൾ മാധ്യമങ്ങളോട് കടക്ക് പുറത്തെന്ന് പറയും. എന്നിട്ട് എന്താ ചെയ്തേ? ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് പറഞ്ഞ് അകത്ത് കടക്കുന്നു പറഞ്ഞു. എന്നിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് കൂടി ആർക്കൊക്കെയോ വീടുകൾ കൊടുക്കുന്നു, സമ്മാനങ്ങൾ കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു. ഇതേ സമയത്ത് മറുവശത്ത് എന്താ സംഭവിക്കുന്നത്? കെ കരുണാകരന് ഹിമന്ത് ബിശ്വ ശർമ്മയ്ക്കും കാണാൻ വേണ്ടിയിട്ട് അവരോട് കടക്ക് പുറത്ത് എന്ന് പറയുന്ന ശ്രീമതി സോണിയാഗാന്ധി ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് പറയാണ് അകത്ത് കടക്കുന്നത്. എന്നിട്ട് അവിടെ പോയിട്ട് SPG പ്രൊട്ടക്ഷൻ ഉള്ളപ്പോൾ ശ്രീമതി സോണിയാഗാന്ധിനെ കാണാൻ വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പോവുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയിൽ എങ്ങനെയൊക്കെ എടുത്താലും രണ്ട് കൂട്ടർക്കും പങ്കുണ്ട്. ദേവസ്വം ഭരിച്ചതാരൊക്കെയാണ്? ഇത് ഈ കേരളത്തിൽ ദേവസ്വം ബോർഡ് രൂപീകരണമായതിനു ശേഷം എണ്ണ എടുത്തിട്ടുണ്ടെങ്കിൽ, വർഷങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം പകുതിയോളം ഈ കോൺഗ്രസ് പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നേതൃത്വത്തിലാണ് ഭരിച്ചിട്ടുള്ളത്. അപ്പോൾ ശബരിമലയിൽ നിന്ന് സ്വർണം കൊള്ള ചെയ്തതിൽ, ഈ നാട്ടിലെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാതിരിക്കുന്നതിൽ രണ്ട് കൂട്ടർക്കും പങ്കുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ ഈ നിലവിൽ കുറച്ച് അഭിലാഷ് ചോദിച്ചു പോലെ ഈ കേസിന്റെ സ്റ്റാറ്റസ് എന്താണ്? ഈ അന്വേഷണത്തിന്റെ സ്റ്റാറ്റസ് എന്താണ്? ഇത് ഈ തൊണ്ടി മുതൽ എവിടെ പോയി? എങ്ങോട്ട് പോയി? ആര് കൊണ്ടുപോയി? എങ്ങനെ കൊണ്ടുപോയി? ഇതിപ്പോ നാളെ നീള എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോവല്ലാതെ ഇതിനെന്താണെന്ന് ഇതിന്റെ ജനങ്ങൾക്ക് മുമ്പിൽ ശബരിമലയിൽ ഇതാണ് സംഭവിച്ചത്, ശബരിമലയിൽ നിന്നുള്ള സ്വർണം ഇങ്ങനെയാണ് പോയത്, അല്ലെങ്കിൽ ഇവിടെയാണ് ഉള്ളത് എന്ന് പറയാൻ ഇതുവരെ അന്വേഷണ ഏജൻസി കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ഒറ്റ കാര്യം കൂടി, മറുവശത്ത് ഇവിടെ VD സതീശൻ പറഞ്ഞ എന്താണ്? ഏതോ രണ്ട് പ്രധാനപ്പെട്ടിട്ടുള്ള IPS ഉദ്യോഗസ്ഥർ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു. എവിടെ? ആ IPS ഉദ്യോഗസ്ഥരുടെ പേരെവിടെ? ഇത് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഇവർ തമ്മിൽ ഇതിനകത്ത് കോംപ്രമൈസ് ആയിട്ടുണ്ടാവാം. ഒരു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഒരു ആരോപണം പറയുമ്പോൾ ആ ആളുകളുടെ പേര് പറയാൻ വേണ്ടി തയ്യാറാവണമെന്നേ. രമേശ് ചെന്നിത്തലയുടെ കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം. അദ്ദേഹം പറഞ്ഞെന്താണ്? കേരളം ഞെട്ടുന്ന ഒരു വെളിപ്പെടുത്തൽ ഞാൻ നടത്താൻ വേണ്ടിയിട്ട് പോകുന്നു. ഓർമ്മയുണ്ടോ? പഞ്ചായത്ത് ഇലക്ഷൻ തൊട്ട് മുമ്പാണ്. എന്നിട്ട് എന്നാ വെളിപ്പെടുത്തൽ നടത്തിയത്? എന്നാണ് വ്യവസായിയെ ചോദ്യം ചെയ്തത്? അപ്പോൾ രണ്ട് കൂട്ടർക്കും ഇതിനകത്ത് പങ്കുണ്ട്. ഈ കൊള്ള സംഘങ്ങൾ ഈ കൊള്ള മുതൽ പകുത്തെടുക്കാനുള്ള പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊത്തം. ഒരു ലാസ്റ്റ് കാര്യം, ഇതിനകത്ത് അന്വേഷണത്തിൽ ഇതുവരെ എന്താണ് നടന്നിട്ടുള്ളതെന്ന് ജനങ്ങളോട് പറയാൻ ഇവരെ കൊണ്ട് പറ്റിയിട്ടില്ല. അത് സർക്കാരല്ല എന്ന് പറഞ്ഞ് കൈ കഴുകാനൊന്നും പറ്റില്ല. ജയിലിൽ കിടക്കുന്ന ഇവരുടെ നേതാക്കന്മാരാണ്. പത്മകുമാർ ആയാലും വാസു ആണെങ്കിലും പോറ്റി വരെ ഇവരുടെ നേതാവാകാം. പക്ഷെ പോറ്റി വഴി എല്ലാവരും ഒഫീഷ്യലായിട്ട് ഇവരുടെ നേതാക്കന്മാരാണ്. അപ്പൊ അതൊന്നും വിളിച്ചോണം ഇവരെ കൊണ്ട് പറ്റും. ശ്രീ പ്രിയദർശൻ തമ്പി, അന്വേഷണം സ്തംഭിച്ചിരിക്കുകയാണ്. അതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലാണ്. ഇതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇതാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞത്. അന്വേഷണം ഇപ്പോ സ്തംഭിച്ചിരിക്കുകയാണ് എന്ന വിലയിരുത്തലിൽ നമുക്ക് എത്താൻ കഴിയുമോ? ഒന്ന്, അന്വേഷണ സംഘത്തിന്റെ കണ്ടക്റ്റിനെ കുറിച്ച് കേരള ഹൈക്കോടതിയുടെ ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ച് അതിനിശ്ചിതമായ വിമർശനങ്ങൾ നടത്തുന്നുണ്ട്. ജാമ്യ ഹർജികൾ അദ്ദേഹത്തിന്റെ ബെഞ്ചിൽ പരിഗണനയ്ക്ക് വരുമ്പോൾ വളരെ നിശ്ചിതമായ പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. ആ പരാമർശങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ശങ്കർദാസിന്റെ അറസ്റ്റ് നടന്നത്. അതുപോലെ മറ്റ് ചില അറസ്റ്റുകൾക്ക് കൂടി ഈ വിമർശനം പ്രേരകമായിരുന്നു. ആ വിമർശനം ഇപ്പോഴും കോടതിക്കുണ്ട്. കുറ്റപത്രം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കുറ്റപത്രം കൊടുക്കാത്തതുകൊണ്ട് തന്നെ സ്വാഭാവിക ജാമ്യം നേടി പ്രതികൾ പുറത്തു വരികയാണ്. ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞാൽ ഈ കേസിലെ മുഴുവൻ പ്രതികളും ജാമ്യം നേടി പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാകും. എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു കൺക്ലൂഷൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുമില്ല. അപ്പം ഇനി അന്വേഷണം വളരെ മഹത്തരമാണെന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? പൊതുസമൂഹത്തിൽ ഇത് സംബന്ധിച്ച് വിവിധങ്ങളായ സംശയങ്ങളുണ്ട് എന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കുന്നു. ആ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ കേസിനെ സംബന്ധിച്ച് നമ്മൾ 2 തരത്തിൽ ഈ കേസിൻ്റെ ഗൗരവത്തെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ കേസിനെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു പ്രാധാന്യമുള്ള കേസാണ് ഇതെന്നുള്ള കാര്യത്തിൽ 2 കാരണങ്ങൾ കൊണ്ട് ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഭഗവാൻ അയ്യപ്പൻ്റെ തന്നെ വസ്തുക്കൾ കളവ് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം തീർച്ചും വേദനാജനകമാണ്. അത് ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ദൈവവിശ്വാസികളെ ആകെ ഉലച്ച ഒരു വലിയ സംഭവമാണ്. അത്
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ആരെയാണോ എൻട്രസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ എൻട്രസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആരെയാണോ എൻട്രസ്റ്റ് ചെയ്തിരിക്കുന്നത് വേലി തന്നെ വിളവ് തിന്നുന്നു എന്നൊക്കെ പറയുന്നത് പോലെ അവരുടെ കയ്യിൽ നിന്ന് തന്നെ ഇത് നടന്നു എന്ന് പറയുന്നത് അതിലേറെ ഗൗരവതരമായ കാര്യമാണ്. അത് ഒരു പൊതു സ്വഭാവം. അതിൽ നിന്ന് വിഭിന്നമായി നിയമപരമായി നമ്മളിതിനെ കാണുമ്പോൾ ഈ കേസ് എങ്ങനെയാണ് ഉത്ഭവിച്ചത്, ഈ കേസ് എങ്ങനെയാണ് വന്നത്? ഈ കേസ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ അങ്ങിവിടെ സൂചിപ്പിച്ചതുപോലെ കേരള ഹൈക്കോടതിയിലെ പണ്ട് മുതലേ ഉള്ള ഒരു ഡിവിഷൻ ബെഞ്ച്, ദേവസ്വം ബെഞ്ച് എന്നാണ് ആ ബെഞ്ച് പറയുന്നത്. അതായത് ഒരു സീനിയറായിട്ടുള്ള ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു ജഡ്ജും മറ്റൊരു ജഡ്ജും അടങ്ങിയ ഒരു ദേവസ്വം ബെഞ്ച്. ആ ദേവസ്വം ബെഞ്ചാണ് ദേവസ്വം സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഉദാഹരണത്തിന് ശബരിമലയിലെ ഇത്ര രൂപയിൽ കൂടുതലുള്ള ബില്ല് മാറണമെങ്കിൽ പോലും ആ ദേവസ്വം ബെഞ്ചിൻ്റെ അനുമതി വേണം, നമുക്കെല്ലാവർക്കും അറിയാം. അത് ദേവസ്വം ബെഞ്ചിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ ഒരു ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറുണ്ട്. ശബരിമലയുടെ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ജില്ലകളിൽ നിന്നുള്ള ഒരു ജില്ലാ ജഡ്ജിയാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ. അദ്ദേഹം ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും ഹൈക്കോടതിക്ക് നേരിട്ട് റിപ്പോർട്ട് നൽകും. അപ്പോൾ അത്തരത്തിലൊരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയൊരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദേവസ്വം ബെഞ്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സുവമോട്ടോ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ആ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അതിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ആരൊക്കെ ഉണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ അക്കമിട്ട് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ സീലിവെച്ച കവറിൽ രേഖപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അന്വേഷണം നടക്കുകയാണ്. പക്ഷേ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ കേസിൻ്റെ ബെയിൽ ആപ്ലിക്കേഷൻസ് പരിഗണിക്കപ്പെടുന്നത് വ്യത്യസ്തമായ ഒരു ബെഞ്ചിലാണ്. ആ ബെഞ്ച് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ വകുപ്പുകൾ ഈ കേസിലുള്ളത് കൊണ്ടാണ് ആ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് ഈ കേസുകൾ വരുന്നത്. കാരണം പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് വരുന്നതിന് മുമ്പ് ഈ കേസ് റാന്നി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിലായിരുന്നു ഇതിൻ്റെ എഫ്ഐആർ. എന്നാൽ അത് വന്നതോടുകൂടി കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് മാറി. അപ്പോൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഈ കേസിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അന്വേഷണവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെ ഈ കേസിലെ അന്വേഷണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ആ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നൽകിയ സമയബന്ധത്തിൻ്റെ അടിസ്ഥാനത്താണ് നടക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഇതിനകത്ത് പക്ഷേ ഒറ്റ കാര്യം, അതായത് ഇതിനകത്ത് ഒരു പ്രിലിമിനറി ചാർജ് ഷീറ്റ് കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം പ്രിലിമിനറി ചാർജ് ഷീറ്റ് ഒരു ക്രിമിനൽ കേസിൽ കൊടുക്കാമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വളരെ ലിഖിതമായി പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ കാര്യങ്ങളും അതിൽ ചേർക്കണമെന്നില്ല. അപ്പോൾ പ്രിലിമിനറി ചാർജ് ഷീറ്റ് ഈ കേസിൽ കൊടുക്കാത്തത് കൊണ്ട് പ്രതികൾക്ക് ഒരു പ്രതിക്ക്, മുരാരി ബാബു എന്ന പ്രതിക്ക് ജാമ്യം കിട്ടി എന്നുള്ളൊരു വസ്തുതയാണ്. ആ വസ്തുത ഒഴിച്ചാൽ ഈ കേസിൽ അന്വേഷണം ശരിയായ രീതിയിൽ, മറ്റു രീതിയിൽ എല്ലാം ശരിയായ രീതിയിൽ നടക്കുന്നു എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ശരി. ശ്രീ പഴകുളം മധു, പ്രതിപക്ഷം ഒളിച്ചോടുകയായിരുന്നു, ബഹളം വയ്ക്കാനും അത് മുദ്രാവാക്യം വിളിക്കാനുമേ താല്പര്യമുള്ളൂ എന്ന് പറയുന്നു ഭരണപക്ഷം. അന്വേഷണത്തെ സംബന്ധിച്ച് നമുക്ക് ചർച്ചയാകാം എന്നാണ് ഞങ്ങളുടെ സമീപനം, ചർച്ച വേണ്ട എന്നതാണ് പ്രതിപക്ഷത്തിന്റെ സമീപനം എന്ന് ഭരണപക്ഷം പറയുന്നു. സ്വർണ്ണക്കൊള്ള വിഷയം കേരള നിയമസഭയിൽ ചർച്ചയായാൽ നിങ്ങൾക്കാണോ നഷ്ടം? ചർച്ചയുടെ ഘട്ടം കഴിഞ്ഞു. ചർച്ച നിരവധി നടന്നു, നിയമസഭയ്ക്കകത്തും പുറത്തും. പബ്ലിക് ഡൊമൈനിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ എല്ലാ വശങ്ങളും എല്ലാവർക്കും അറിയാം. പബ്ലിക് ഡൊമൈനിൽ നടന്നു, പക്ഷേ റൂൾ 50 അനുസരിച്ചുള്ള ഒരു ചർച്ച നിയമസഭയ്ക്കകത്ത് നടത്തേണ്ടതല്ലേ? ഒരുപാട് കാര്യങ്ങൾ പറയാലോ, ഒരുപാട് വിഷയങ്ങൾ അവതരിപ്പിക്കാം, അത് തത്സമയം ടെലിവിഷൻ ചാനലുകൾ സംപ്രേഷണം ചെയ്യും. നല്ല ചാൻസ് അല്ലേ അത്? അല്ല, എന്തിനാണ് 100 അംഗങ്ങളുള്ള ഒരു മുന്നണി 40 അംഗങ്ങളുള്ള ആൾക്കാരെക്കാൾ 3 ഇരട്ടി സമയം കിട്ടുന്ന ആൾക്കാർ നിയമസഭയ്ക്കകത്ത് പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ് ഈ സ്വർണ്ണക്കൊള്ളയെ വീണ്ടും അവതാളത്തിലാക്കാൻ അല്ലെങ്കിൽ ഈ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള ഗൂഢമായ പരിശ്രമം നടത്തുകയാണ് അവർക്ക് വേണ്ടത് ഇത് ലാഗ് ചെയ്തുകൊണ്ട് പോവുകയാണ്, അന്വേഷണം വഴിമുട്ടിക്കുക. അവരുടെ ഉന്നതന്മാരായ നേതാക്കന്മാർ പത്മകുമാർ പറഞ്ഞ ദൈവതുല്യന്മാരിലേക്ക് അന്വേഷണം പോകുമ്പോൾ വഴിതിരിച്ചു വിടാനും അന്വേഷണം അട്ടിമറിക്കാനും പിടിക്കപ്പെട്ട പ്രതികൾ സത്യം തുറന്ന് പറയുന്നത് ഒഴിവാക്കി അവർക്ക് വളരെ എളുപ്പത്തിൽ ജാമ്യം ലഭിക്കാനുമുള്ള ഏറ്റവും ഗൂഢതന്ത്രങ്ങൾ ഈ സംസ്ഥാനത്തെ സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അറിവോടെ നടക്കുന്ന ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ഈ നമുക്ക് ചർച്ച നടത്താം എന്ന് പറഞ്ഞാൽ അവിടെ കുളിച്ചൊരുക്കിപ്പോയി ചർച്ച നടത്താൻ സൗകര്യമില്ല. അതല്ല കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. നടപടി എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ തന്നെ പറഞ്ഞല്ലോ, ഇന്ററിം അല്ലെങ്കിൽ പ്രിലിമിനറി ചാർജ് ഷീറ്റ് കൊടുക്കാൻ സുപ്രീം കോടതിയുടെ വെരി സ്ട്രോങ് ഡയറക്ഷൻ ഉണ്ട്. അതിന്റെ പേരിൽ പ്രതികൾ ജാമ്യം കിട്ടി പോകാതിരിക്കാൻ വേണ്ടിയാണ് സുപ്രീം കോടതി ആ നിലപാടെടുത്തത്.
പക്ഷെ ഇവർ കൊടുക്കുന്നില്ല. എന്തുകൊണ്ട്? മുരാരി ബാബുവിനെ എന്തിനാണ് പുറത്തിറക്കി വിടുന്നത്? മുരാരി ബാബുവിനെ പുറത്തിറക്കി വിടാൻ കാരണം മുരാരി ബാബു അളമുറ്റിയാൽ ചേരയും കടിക്കും എന്ന് പറയുന്ന പോലെ മുരാരി ബാബു വിളിച്ചു പറയും സത്യങ്ങൾ. എന്തുകൊണ്ടാണ് പത്മകുമാറിനെ പുറത്താക്കാത്ത പാർട്ടിയിൽ നിന്ന്? പത്തനംതിട്ട ജില്ലയിലെ CPM പാർട്ടി അതിൽ ഏറ്റവും ശക്തനായ ഒരു നേതാവാണ് പത്മകുമാർ. ഇത്ര നീചമായൊരു ഒരു കൊള്ള നടന്നു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് പാർട്ടി വിലയിരുത്തി. എന്നിട്ടും പത്മകുമാറിനെ സംരക്ഷിക്കാൻ CPM പാർട്ടി എടുത്തിരിക്കുന്ന നിലപാട് എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി? ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തും തന്നെ കടപുഴകിപ്പോകും, കടലിൽ മുങ്ങിപ്പോകും എന്ന് വന്നിട്ട് പോലും നടപടിയെടുക്കാൻ CPM പാർട്ടിക്ക് ധൈര്യമില്ലാത്ത എന്തുകൊണ്ട്? ഈ കൊള്ളയിൽ ഇവരെല്ലാം പങ്കാളികളാണ്. ഇവരുടെ പാർട്ടിയാണ് ഇതിലെ ഒന്നാമത്തെ പ്രതി. ആ സന്ദർഭത്തിൽ ഹൈക്കോടതി എത്ര തവണ പറഞ്ഞു? ഇപ്പൊ ഹൈക്കോടതി ഞങ്ങളെ വിമർശിച്ചതാണ് ഈ മന്ത്രിമാർ പറയുന്നത്. എത്ര വിവരക്കേടാണ് കേരളത്തിലെ മന്ത്രിമാർ വിളിച്ചു പറയുന്നത്. സുപ്രീം കോടതി ചോദിച്ചില്ലേ, ദൈവത്തിന്റെ സ്വത്ത് കൊള്ളയടിച്ചിട്ട് നാണമില്ല നിങ്ങൾക്ക് ജാമ്യം തേടി സുപ്രീം കോടതിയിൽ വരാൻ എന്ന് CPM-ന്റെ ഒരു നേതാവിനോട് ചോദിച്ചു. ഇപ്പൊ വാസു ഞങ്ങളുടെ പാർട്ടിയില്ലെന്ന് പറയുകയാണ്. പഞ്ചായത്ത് മെമ്പറായിരുന്ന, ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന, കമ്മീഷണറായിരുന്ന, കമ്മീഷൻ സ്ഥാനത്തിരുന്ന് ആദ്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റാകാൻ അവസരമുണ്ടാക്കി കൊടുത്ത, വഴിവിട്ട നിയമനം നടത്തിക്കൊടുത്ത ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ എല്ലാ രക്ഷയും സംരക്ഷണവും കവചമാക്കി വെച്ചുകൊണ്ട് വാസു എന്ന് പറയുന്നയാൾ ഈ കേസിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അയാൾ പാർട്ടിയിലെന്ന് പറഞ്ഞൊഴുകുകയാണ്. പിടിക്കപ്പെട്ട പ്രതികൾ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ളവരാണ്. ഇവരെല്ലാവരും കൂടി ഈ കേസ് ശക്തമായി അന്വേഷിച്ചാൽ ഇത് തെളിയിക്കപ്പെടും, ശിക്ഷിക്കപ്പെടുമെന്നായപ്പോൾ SIT-യെ മെല്ലെ പോകാൻ സമ്മർദ്ദം ചെലുത്തുകയാണ്. SIT-യിലേക്ക് 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, CI-മാരെ ഉൾപ്പെടുത്താൻ ഇവർ നടത്തിയ ശ്രമം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തടഞ്ഞു. അത് പാടില്ലെന്ന് പറഞ്ഞു. കാരണം അവരുടെ ചരിത്രം പരിശോധിച്ചപ്പോൾ അവർ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായി, പാർട്ടി സഖാക്കന്മാരാവുന്നവരാണ്. നുഴഞ്ഞു കയറി ഈ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമവും നടന്നിരിക്കുന്നു. ഈ ഹീനമായ അക്രമം, ഈ ഹീനമായ കൊള്ള കേരളത്തിലെ എല്ലാ വിഭാഗ ജനങ്ങളും, കമ്മ്യൂണിസ്റ്റുകാർ പോലും ഇതിനെ എതിർക്കുന്നു, വെറുക്കുന്നു. ഈ സർക്കാരിനോട് ഇനി ചർച്ച നടത്താം, നമുക്ക് സന്ധി സംഭാഷണമാകാം എന്ന് പറയുന്ന അവസരമല്ല ഇത്. ശക്തമായ നടപടിയില്ലെങ്കിൽ ഇവരെന്ത് പറയും? ഈ ശക്തമായ നടപടി ശരിക്കും അല്ല. എനിക്ക് ഒരൊറ്റ കാര്യത്തിൽ വ്യക്തത, ശ്രീ പഴകുളമധു, എന്തിനാണ് സമരം ചെയ്യുന്നത്? ഒന്ന്, ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. അന്വേഷണം നടത്തി അതിന്റെ കുറ്റപത്രം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. സമരം ചെയ്താൽ കുറ്റപത്രം ആവില്ലല്ലോ. അന്വേഷിച്ച് അതിന്റെ കൺക്ലൂഷൻസ് കണ്ടെത്തി തൊണ്ടിയൊക്കെ പിടിച്ചെടുത്തിട്ട് വേണം കുറ്റപത്രം കൊടുക്കാൻ. ഒന്ന്, അന്വേഷണം നടക്കുന്നുണ്ട്, അപ്പൊ അന്വേഷണം ആവശ്യപ്പെടാൻ പറ്റില്ല. അന്വേഷണ റിപ്പോർട്ട് വേഗം കൊടുക്കണം എന്ന് പറഞ്ഞാണോ സമരം? അതോ ഈ അന്വേഷണ ഏജൻസി പോലെ വേറെ അന്വേഷണ ഏജൻസി വേണം എന്ന് പറഞ്ഞാണോ സമരം? കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം വ്യാപിച്ചപ്പോഴാണ് ഈ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടത്. SIT-യോട് എത്ര തവണ കോടതി ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചില്ലേ? ഞങ്ങൾ പറഞ്ഞിട്ടല്ലല്ലോ, ഞങ്ങളുടെ നേതാക്കന്മാരല്ലല്ലോ ഹൈക്കോടതി ബെഞ്ചിലിരിക്കുന്നത്. അവർ ചോദിച്ചില്ലേ? ക്ഷമകെട്ട് ചോദിച്ചില്ലേ? നടപടിയെടുത്ത് അന്വേഷണം ത്വരിതപ്പെടുത്തണമെന്ന് കോടതി പറഞ്ഞില്ലേ? അപ്പോ കടകംപള്ളി സുരേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ അയാളെ പ്രതിയാക്കുകയോ ചെയ്യണം. അയാളെ അറസ്റ്റ് ചെയ്യണം. മൊഴിയെടുക്കുന്നു, കത്ത് കൊടുക്കുന്നു, അറസ്റ്റ് നടക്കുന്നില്ല. VN വാസവനാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി. അയാളെ അറസ്റ്റ് ചെയ്യണം. 2019 ശബരിമലയിൽ നിന്നും കേരളത്തിന് പുറത്തേക്ക് ദ്വാരപാല വിഷയങ്ങളിൽ പൊതിഞ്ഞ സ്വർണ്ണപ്പാളികൾ കടത്തിക്കൊണ്ട് പോയതിനാണ് പത്മകുമാർ ജയിലിൽ കിടക്കുന്നത്. അതേ കുറ്റമാണ് 24-ൽ ഈ പറയുന്ന പ്രശാന്ത് ചെയ്തത്. അയാളെ സ്വതന്ത്രരായി വിട്ടിരിക്കുന്നു. ഇങ്ങനെ കടകംപള്ളി സുരേന്ദ്രനെയും വാസവനെയും പ്രശാന്തിനെയും എല്ലാം രക്ഷിക്കുന്ന എന്തിനു വേണ്ടി? മറ്റുമാരെ സഹായിക്കാൻ വേണ്ടി. ഒരു കാര്യം കൂടി ഞാൻ പറയാം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാം. ഈ CPM പാർട്ടിക്ക് ഒരു പഞ്ചായത്ത് ഭരണം കിട്ടിയാൽ ആ ഭരണം നിയന്ത്രിക്കാൻ അവർക്കൊരു ഒരു സംവിധാനമുണ്ട്. അതിന് പറയുന്ന ഫാക്ഷൻ കമ്മിറ്റി ഉണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്ന ഒരു ഫാക്ഷൻ കമ്മിറ്റി AKG സെന്റർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വളരെ ഉത്തരവാദിത്തോടെ പറയുന്നു. ദേവസ്വം മന്ത്രിമാരും CPM സംസ്ഥാന സെക്രട്ടറിയും അടങ്ങുന്ന ആ ഫ്രാക്ഷൻ കമ്മിറ്റി അറിഞ്ഞിട്ടാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്ന 2016 മുതലുള്ള എല്ലാ കൊള്ളകളും നടന്നിട്ടുള്ളത്. ആ ഫ്രാക്ഷൻ കമ്മിറ്റിയിലെ അംഗം കേരളത്തിലെ മുഖ്യമന്ത്രി കൂടി അംഗമായിരുന്നു എന്ന് മാത്രമേ ഇനി പുതുതായി നൗഷാദ് നിഷേധിക്കട്ടെ. നൗഷാദിനെ വെല്ലുവിളിക്കാണ്. നൗഷാദ് നിഷേധിക്കട്ടെ ഒരു ഫ്രാക്ഷൻ കമ്മിറ്റി ഇല്ലെങ്കിൽ. ശരി, ദേവസ്വം ഫ്രാക്ഷൻ ഉണ്ടോ CPM-ന്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, അന്വേഷണം എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രനിലേക്ക്, PS പ്രശാന്തിലേക്ക്, VN വാസവനിലേക്ക് ഒക്കെ എത്താത്തത്? അന്വേഷണം കോടതി ഇങ്ങനെ മൂട്ടിൽ തീടുമ്പോൾ മാത്രം ചാടിപ്പോയി എന്നാൽ പിന്നെ ഇന്നയാളെ അറസ്റ്റ് ചെയ്തേക്കാം എന്ന മട്ടിലാണോ? എൻ്റെ അഭിലാഷേ, ഇത് എന്നോടല്ല ചോദിക്കേണ്ടത്, രാജാ വിജയരാഘവനോട് ചോദിച്ചാൽ മതി. നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇവിടെ നമ്മളെ നിരീക്ഷകന്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം തന്നെ പറഞ്ഞു നിങ്ങൾക്ക് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുള്ള എന്തും
ബില്ല് മാറണമെങ്കിൽ പോലും മുഖ്യമന്ത്രിക്ക് ബില്ല് മാറി കൊടുക്കാൻ അധികാരമില്ല. നിയമങ്ങൾ അറിയണം, വസ്തുതകൾ അറിയണം. ഒരു ബില്ല് മാറണമെന്നുണ്ടെങ്കിൽ പോലും ആ ഡിവിഷൻ ബെഞ്ചാണ് അത് പാസ്സായി കൊടുക്കുന്നത്. ഇവിടെ അന്വേഷണത്തിൽ ഇത് തുടക്കം എന്തായിരുന്നു? ഈ വിഷയത്തിൻ്റെ തുടക്കം എന്താണ്? ആദ്യം അവിടെ ഇത് കാണാനില്ല എന്ന് പറഞ്ഞ, പീഠം കാണാനില്ല എന്ന് പറഞ്ഞതാരാ? ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലേ? അന്ന് ഹാലിളകി. അത് പീഠം എവിടുന്ന് കിട്ടി? കിട്ടിയത് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്നും. ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം പുണ്യാളനായിരുന്നു, UDFനും BJPക്കും എല്ലാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു, കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ. ആ അന്വേഷണം ഇങ്ങനെ പോകുമ്പോഴാണ് അവിടെ ആദ്യം ഞാൻ പറഞ്ഞ നിങ്ങളിപ്പോൾ പറയുന്ന പത്മകുമാർ ഉൾപ്പെടെ, പത്മകുമാർ CPM പ്രവർത്തകനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല, ആരും നിഷേധിച്ചിട്ടില്ല. പക്ഷേ അവിടെ പത്മകുമാർ CPM ആയതുകൊണ്ട് പത്മകുമാർ പെശക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണത്തിലും കോടതിയിലും വരേണ്ട കാര്യമാണ്. ഇപ്പോൾ പക്ഷേ സംശയത്തിൻ്റെ മുനയിലാണ്, അത് അംഗീകരിക്കുന്നു. അതിൻ്റെ പേരിൽ CPM ആകെ കുഴപ്പമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ച ED രാഹുൽ ഗാന്ധിയെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തില്ലേ? സോണിയാഗാന്ധിയെ വിളിച്ചിരുത്തി ക്വസ്റ്റ്യൻ ചെയ്തില്ലേ? അതുകൊണ്ട് മുഴുവൻ കോൺഗ്രസും അങ്ങനാണെന്നാണോ വ്യാഖ്യാനിക്കുന്നത്? ഇവിടെ അവരുടെ UDFൻ്റെ ഒരു MLA പീഡന കേസിൽ പ്രതിയായി അകത്തായില്ലേ? അതുകൊണ്ട് UDF MLAമാരെല്ലാം അങ്ങനാണോ? അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇവരീ പറയുന്നതനുസരിച്ചാണെങ്കിൽ അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല. എവിടാണ് അന്വേഷണം? SIT ആദ്യം ഇവർക്ക് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ SIT കൊള്ളായിരുന്നല്ലോ. ഇതേ SIT തന്നെയല്ലേ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത്? അങ്ങനാണെങ്കിൽ ഇടപെടേണ്ടത് ഗവൺമെൻറ് ഇടപെട്ടിരുന്നെങ്കിൽ അന്നേരമല്ലേ അഭിലാഷ് ഇടപെടേണ്ടത്? ഒരിടപെടിയിലും നടത്തിയിട്ടുമില്ല, ഇനിയൊട്ടും നടത്തത്തുമില്ല. അന്വേഷണം പോയി പിന്നീടല്ലേ നമ്മൾ അറിഞ്ഞത് ഈ കോൺക്രീറ്റ് മതിലിൽ ചെതലരിക്കുന്ന കഥ. നിങ്ങളത് ഇന്ന് വരെ അഭിലാഷ് ഒരു കമന്റ് പോലും അതെ, ഞാൻ പറഞ്ഞ കോൺക്രീറ്റ് കൊടിമരം ചിതലഴിച്ച് ആ തരത്തിൽ. അപ്പൊ അന്വേഷണം അജയ് തറയിലേക്കും അതുപോലെ പ്രയാർ ഗോപാലകൃഷ്ണനിലേക്കും എത്തുന്നു. അതിനോടൊപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അടൂർ പ്രകാശുമായിട്ടുള്ള ബന്ധം, അദ്ദേഹം എങ്ങനെ സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തി? Z കാറ്റഗറി സുരക്ഷയുള്ള സ്ഥലത്ത്. നേരത്തെ ഇവിടെ ശ്യാം ആ ഭാഗം പറഞ്ഞു അല്ലേ? അവിടെ എങ്ങനെ എത്തി? ഇന്ന് വരെ അതിന് ഉത്തരവില്ലല്ലോ. അദ്ദേഹത്തിന് അനുമതി വാങ്ങിച്ചു കൊടുത്തതാരും? എന്തായാലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇനി അങ്ങനെയാണെങ്കിൽ അതും പറയണ്ടേ? സോണിയാഗാന്ധി നേരിട്ട് അനുമതി കൊടുത്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശരി, ആരെങ്കിലും ഇടപെട്ടിട്ടായിരിക്കും. ആരാണ് സോണിയാഗാന്ധിക്ക് അനുമതി വാങ്ങിച്ചു കൊടുത്തത്? ഈ സോണിയാഗാന്ധിയിൽ നിന്നും പോറ്റിയെ അവിടെ കയറ്റത്. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ സ്വർണം വിറ്റത് ഉണ്ണികൃഷ്ണൻ പോറ്റി, വാങ്ങിച്ചത് ഗോവർദ്ധൻ. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരേ ഫ്ലോറിൽ വന്നിട്ടുള്ളത് സോണിയാഗാന്ധിയുടെ വസതിയിൽ മാത്രമാണ്. അവിടെ എങ്ങനെ അവരെത്തി? അവരോടൊപ്പം നിൽക്കുന്നത് അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവരാണ്. ഇതെങ്ങനെ ഈ സംഭവിച്ചു? പ്രയാർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരുടെ ഫോട്ടോ പുറത്തു വന്നിട്ട് ആരും നിഷേധിച്ചിട്ടില്ലല്ലോ. AI ആണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഒരു കാര്യം എന്താണ് ഈ ശ്യാം നമ്മുടെ BJP പ്രതിനിധി പറഞ്ഞത്, എവിടാണ് പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടെ നിർത്തിയത്? എന്തിനാ ഉണ്ണികൃഷ്ണൻ പോറ്റി കാണാമെന്ന്? വസ്തുതകളായി പറയണം. അവിടെ മറ്റുള്ളവർ നടത്തുന്ന, ഇപ്പോൾ ശ്യാം എന്നെ ഒരു ഫംഗ്ഷന് വിളിച്ചു. ശ്യാം ആരെയൊക്കെ വിളിക്കണമെന്ന് എൻ്റെ അടുത്ത് അനുവാദം ചോദിച്ചിട്ടാണ്. നിങ്ങൾ വിളിച്ചു, ഞാൻ വരുന്നു. അതുപോലെ തന്നെ അവിടെ ഭീമ ജ്വല്ലറിക്കാർ ഒരു ആംബുലൻസ് പോലീസിന് കൊടുക്കുന്നു. അതിൻ്റെ ഒരു ഫ്ലാഗ് ഓഫിന് എവിടെ വെച്ചാ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ താഴെ, സെക്രട്ടേറിയറ്റിൻ്റെ താഴെ, അതൊരു ഹാളിൽ പോലും അല്ല, ഇൻഡോർ മീറ്റിംഗ് അല്ല. അവിടെ വന്ന് അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വന്നപ്പോൾ അവരുടെ പ്രതിനിധിയായി. ഈ വിഷയം വരുന്നത് വരെ പോറ്റി പലരുടെ വിശ്വാസികളുടെ എല്ലാം സ്വന്തം കക്ഷിയായിരുന്നു. അവിടെ വന്നു, അദ്ദേഹം അവിടെ നിന്നു. ആ ഫുൾ വീഡിയോ ഒന്ന് കാണണം. ശരി, ആ ഫുൾ വീഡിയോ ഒന്ന് കാണണം. അതിനോടൊപ്പം തന്നെ ഇവിടെ ഇപ്പോൾ BJPക്കും ഈ വിഷയത്തിൽ അന്വേഷണം പോയി കഴിഞ്ഞപ്പോൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്തു. ആരാ തന്ത്രി? ദൈവതുല്യനാണ്. തന്ത്രി BJPക്കാരനാണോ? തന്ത്രി ദൈവതുല്യനാണ്. അപ്പോൾ അവിടെ നടന്നിട്ടുണ്ട്, ഞാൻ അതിനെയൊന്നും നിഷേധിക്കുന്നില്ല. അവിടെ സംഭവം കൊള്ള നടന്നിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതിൽ പങ്കാളികളായിട്ടുള്ള മുഴുവൻ പേരും പുറത്തു വരണം. ശരി, ആ മുഴുവൻ പേരും പുറത്തു വരണം. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവരെ നമുക്ക് പൊളിച്ചു കാണിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ഗവൺമെന്റ് ഒരു ഇടപെടലും ഈ നടത്തുന്നില്ല. ഈ സമരം യഥാർത്ഥത്തിൽ ഹൈക്കോടതിക്ക് എതിരാണ്. പിന്നെ ഹൈക്കോടതി എന്ന് പറയുമ്പോൾ ജാമ്യ ഹർജി ചെല്ലുന്നത് മറ്റൊരു ബെഞ്ചിലാണ്, ഡിവിഷൻ ബെഞ്ച്. നിങ്ങൾ എന്തുകൊണ്ട്
കുറ്റപത്രം കൊടുക്കുന്നില്ല എന്ന് ചോദിക്കേണ്ടത് സിംഗിൾ ബെഞ്ചും ആ ഡിവിഷൻ ബെഞ്ചിനോടാണ് ചോദിക്കുന്നത്. കാരണം അത് അവരല്ലേ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. നിങ്ങൾ അവർക്കാണ് സീൽ വെച്ച കവറിൽ റിപ്പോർട്ട് കൊടുക്കുന്നത്. ഇത് എന്തിനാണ് സർക്കാരിന്റെ നെഞ്ചത്തോട്ട് കയറുന്നത്? ഇത് തികച്ചും രാഷ്ട്രീയമാണ്. ശരി ശരി ശരി, നമുക്കൊരു ഇടവേള എടുക്കേണ്ട സമയമായി. ഇടവേളയ്ക്ക് ശേഷം ബാക്കിയുള്ള ചർച്ചയിലേക്ക് വേണം. ശ്രീ ശ്യാംരാജ്, അന്വേഷണത്തിൽ എവിടെയാണ് കുഴപ്പം എന്ന് സർക്കാർ ചോദിച്ചാലോ? കാരണം സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണമല്ല, ഈ സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് അന്വേഷണ കമ്മിറ്റിയിലെ അന്വേഷണ സംഘത്തിലെ അംഗങ്ങൾ എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഹൈക്കോടതി കൃത്യമായി മോണിറ്റർ ചെയ്യുന്ന പ്രോബാണ്. ഹൈക്കോടതിക്ക് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അക്കാര്യത്തിൽ ഉത്തരവാദിത്വം ഉണ്ട്. ഇവിടെ ഇപ്പോൾ കുറ്റപത്രം കൊടുക്കുന്നത് വരെ നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതിൽ താമസം, അല്ലെങ്കിൽ കൺക്ലൂഷനെത്താൻ നമ്മൾ അതുവരെ കാത്തിരിക്കുന്നതല്ലേ ഏറ്റവും ഉചിതം? അഭിലാഷ്, ഇതിനകത്തൊരു നമ്മൾ കഴിഞ്ഞ 4 മാസമായിട്ട് ഇത് വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇതിനകത്ത് ശ്രീ നൗഷാദ് എം.എൽ.എ പറഞ്ഞ് എനിക്ക് വളരെ കാര്യം പറഞ്ഞാൽ അതിനകത്ത് ചിരിക്കാൻ വേണ്ടി പാടില്ലെങ്കിൽ ചിരി വന്നൊരു കാര്യം, ബില്ല് മാറണമെങ്കിൽ വരെ ഡിവിഷൻ ബെഞ്ചിൻ്റെ പെർമിഷൻ വേണമെന്ന്. ശബരിമലയിലെ സ്വർണം മൊത്തം എടുത്തുകൊണ്ട് പോയി, സ്വർണം മൊത്തം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടും ബില്ല് മാറണമെങ്കിൽ വരെ ഡിവിഷൻ ബെഞ്ചിൻ്റെ പെർമിഷൻ എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും അല്ലാന്ന്. ശബരിമലയിൽ നിന്ന് ഈ പത്മകുമാറിനെ പോലെയുള്ള ഇവരുടെ മുൻ എം.എൽ.എ, ഇവരുടെ നേതാക്കന്മാരൊക്കെ ചേർന്നിട്ട് സ്വർണം വരെ കൊള്ള ചെയ്തു. ഇവിടുത്തെ പ്രശ്നം എന്താ? കുറ്റപത്രം കൊടുക്കാൻ വേണ്ടി വൈകി എന്നുള്ള ചെറിയ കാര്യമാണോ? കുറ്റപത്രം കൊടുക്കാൻ വൈകിയത് കൊണ്ട് എന്താണ് സംഭവിച്ചത്? എനിക്ക് തോന്നുന്നു ഈ 9-ാം തീയതി എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ ഫെബ്രുവരി 9-ാം തീയതി കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ അപ്പൊ ഈ കേസിന്റെ സ്ഥിതി എന്താവും? അതായത് ശബരിമലയിൽ നിന്ന് ഈ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കൊള്ള ചെയ്തിട്ട് ആ കൊള്ള ചെയ്തത് എങ്ങനെയാണെന്നോ എവിടേക്കെന്നോ എന്തെന്നോ അറിയാതിരിക്കുന്ന സമയത്ത് അതിലെ മുഖ്യപ്രതി പുറത്തിറങ്ങാൻ വേണ്ടി പോകുന്ന സാഹചര്യം ആരാണ് ഉണ്ടാക്കിയത്? അത് SIT അല്ലേ? അതിൽ നിന്ന് എങ്ങനെ അവർക്ക് ഒഴിഞ്ഞു മാറാൻ വേണ്ടി പറ്റുന്നത്? ഇനി ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തിക്ക് ആദ്യം ഈ ബെയിൽ കിട്ടിയപ്പോഴത്തേക്ക് കോടതി എന്താ ചോദിച്ചത്? ദിവസം 10-90 ആയില്ലേ? ഈ 90 ദിവസമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ശ്രീകുമാറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു തെളിവ് പോലും നിങ്ങൾക്ക് ഹാജരാക്കാൻ വേണ്ടി പറ്റില്ലേ എന്ന് ചോദിച്ചത് കോടതിയാണ്. അപ്പോൾ SITക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്ന് പറയാൻ വേണ്ടി പറ്റുമോ? അവരുടെ നമ്മളൊന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടി പൊതുജനങ്ങൾക്ക് സംശയം തോന്നാൻ വേണ്ടിയിട്ട് പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ? പിന്നെ ഇപ്പം നിലവിലെ ഇടതുപക്ഷം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാർ വന്നിട്ട് ചാനലുകൾ വന്നിട്ട് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവർ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തപ്പോൾ, പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ, വാസുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവർ വന്ന് സർക്കാരിന്റെ വിജയമാണെന്നാണ്. നിങ്ങൾ ആർക്കൈവ്സ് ചെയ്യുന്ന പഴയ ഡിബേറ്റൊക്കെ, പഴയതല്ല 1-2 മാസം മുമ്പുള്ള ഡിബേറ്റ് എടുത്ത് നോക്കൂ. അതായത് ഇവിടെ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ സർക്കാരിന്റെ SIT, പ്രതികളെ അറസ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ കോടതിയുടെ SIT. അതെങ്ങനെ 2 SIT ആവുന്നത്? ഒന്നുകിൽ ഇവർ ഇതിൻ്റെ ഉത്തരവാദിത്തമാക്കണം, അതായത് ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത SIT ആണ്, ഞങ്ങൾക്ക് അതിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് അറസ്റ്റ് ചെയ്യുമ്പോഴും ചെയ്യാത്തപ്പോഴും പറയണം. അതില്ലെങ്കിൽ രണ്ടും പറയരുത്. ഇതിൽ നിന്ന് എങ്ങനെ ഒളിച്ചോടാൻ വേണ്ടിയിട്ട് പറ്റുന്നു? കാരണം അടിസ്ഥാനപരമായിട്ട് ആരാണ് ഭരിക്കുന്നത്? ദേവസ്വം ബോർഡ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ പ്രതികൾ ആരുടെയാണ്? ഇവരുടെ നേതാക്കന്മാരല്ലേ? ഒരു ചെറിയ ഏതെങ്കിലും ഒരു ഓഫീസിൽ ഒരു പ്യൂൺ തസ്തികകൾ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലൊരു പാർട്ടി അവരുടെ സംവിധാനത്തിൽ നിയമിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അവിടെ ഇത്ര വലിയൊരു കൊള്ള ഇവരുടെ നേതാക്കന്മാർ അറിയാതെ, കമ്മ്യൂണിസ്റ്റ് ആൾക്കാർ അറിയാതെ നടന്നു എന്ന് വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ലാന്നേ. അപ്പൊ ഇതിന് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. ഏതൊരു രീതി ചിന്തിച്ചിട്ടുണ്ടെങ്കിലും, ഏത് രീതി ചിന്തിച്ചാലും, 1 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഇതിനകത്ത് പങ്കുണ്ട്, 2 SIT ഇതിനകത്ത് വേണ്ട രീതിയിൽ അന്വേഷണം നടത്തിയിട്ടില്ല. ഇതിനകത്ത് ഇപ്പൊ ഇവർ കൊണ്ടുവരുന്ന ഒരു നറേറ്റീവ് കോടതിക്കെതിരെ പറയുന്നു. എങ്ങനെ കോടതിക്കെതിരെ പറയുന്നതെന്ന് ഇവിടെ BJP തുടക്കം മുതൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ ഒരു SIT ആണ് അന്വേഷിക്കുന്നതെങ്കിൽ ഈ SITയെ സംസ്ഥാന സർക്കാർ സ്വാധീനിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. അതല്ലേ സംഭവിച്ചിട്ടുള്ളത്? ബഹുമാനപ്പെട്ട ഹൈക്കോടതി എത്ര തവണ ചോദിച്ചു? ഇവിടെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു, തന്ത്രി അറസ്റ്റ് ചെയ്തു. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? എന്താണ് കടകംപള്ളിയിലോട്ട് അന്വേഷണം പോകാത്തത്? അദ്ദേഹത്തിന് രഹസ്യമായിട്ട് ചോദ്യം ചെയ്തുവെന്നോ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം അനവധി തവണ ഉണ്ണികൃഷ്ണൻ പോറ്റി വീട്ടിൽ പോയിട്ടുള്ള, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുള്ള, അദ്ദേഹം പറഞ്ഞനുസരിച്ചാണെങ്കിൽ ഏതോ പിറന്നാൾ ആഘോഷത്തിന് എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുക്കളുടെ വരെ വീട്ടിൽ പോയിട്ടുള്ള കടകംപള്ളിയിലേക്ക് അന്വേഷണം എന്താ എത്താത്തത്? അപ്പൊ അതിന്റെ കാരണം എന്ന് പറയുന്നത് SIT ഈ ഇത്തരത്തിലുള്ള സ്വാധീനിക്കപ്പെട്ടത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു അന്വേഷണത്തിൽ ഒരു അമാന്തതയുണ്ട് എന്ന് പറയുന്ന യാഥാർത്ഥ്യം തന്നെയാണ്. ഇതിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഒളിച്ചു മാറാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം ഇതിലെല്ലാത്തിനും ഈ ഒരു സമരം, അവർ പറയുന്ന അവർക്ക് സമരം ചെയ്യണം. എന്താ സഭയിൽ ചർച്ച ചെയ്യാത്തത്? സമരം ചെയ്യാൻ എത്രയോ അവസരങ്ങളുണ്ട്. സെക്രട്ടേറിയറ്റിൽ കിടക്കുകയല്ലേ തിരുവനന്തപുരത്ത്, കേരളം ഒട്ടൊക്കെ എത്ര സ്ഥലമുണ്ട്. അവർ സമരം ചെയ്യില്ല. കാരണം എന്താ? അവർക്ക് ഈ വിഷയത്തിന് ഡെപ്തിലോട്ട് പോകാൻ താല്പര്യമില്ല. ഡെപ്തിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ ഇതിനകത്ത് പെടും. എങ്ങനെയാണ് ഈ 1.5 കോടിയുടെ പാത്രത്തിന് കണക്ക് പറയേണ്ടി വരും? എന്തിനാണ് സോണിയാഗാന്ധിനെ കാണാൻ വേണ്ടിയിട്ട്? ഇവിടുത്തെ അടൂർ പ്രകാശ് പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുകയാണ് ശ്രീമതി സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് എനിക്ക് കിട്ടി. അപ്പോൾ ഈ കോൺഗ്രസിന്റെ നേതാവാരാ? ഈ കോൺഗ്രസിന്റെ കേരളത്തിലെ സമുന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള അടൂർ പ്രകാശിനോട് പോറ്റി പറയുന്നു സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടിയെന്ന്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം എന്താ? അല്ലെങ്കിൽ പോറ്റിയെ സോണിയാഗാന്ധിയുടെ അടുത്ത് എത്തിച്ചതാരാ? ഇതിന്റെ ഉത്തരം കോൺഗ്രസ് പാർട്ടി പറയേണ്ടി വരും. ശരി, അതാണോ ചർച്ചയ്ക്കുള്ള തടസ്സം? ശ്രീ പഴകുളം മധു, കോൺഗ്രസ് നേതാക്കളുമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത ബന്ധം
സോണിയാഗാന്ധിയെ ഡൽഹിയിൽ പോയി കാണുന്നു. ഇവിടെ പറഞ്ഞതുപോലെ ഞാനല്ല സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയത്, മറിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നെയാണ് കൊണ്ടുപോയത് എന്ന് അടൂർ പ്രകാശ് പറയുന്നു. യാദൃശ്ചികമായ ബന്ധം എന്ന് പറഞ്ഞിട്ട് പിന്നീട് സഹോദരിയുടെ വീട്ടിലെ കുടുംബ ചടങ്ങിൽ പോലും പങ്കെടുക്കുന്ന നിലയിൽ UDF കൺവീനറെ നമ്മൾ കാണുന്നു. അപ്പോൾ അമ്പ് കൊള്ളാത്തവരില്ല ഗുരുക്കളിൽ എന്ന് പറഞ്ഞതുപോലെ എങ്ങനെ പോയാലും എയറിലാവും എന്നുള്ളതുകൊണ്ടാണോ ചർച്ചയൊന്നും വേണ്ട, കുറച്ച് മുദ്രാവാക്യമാകാം എന്ന് വിചാരിക്കുന്നത്? അഭിലാഷേ, നമ്മൾ വസ്തുതകളായിട്ട് കാണും. ഇവർക്ക് ഒരു നാണമുള്ളവരാണെങ്കിൽ സോണിയാഗാന്ധി അന്താരാഷ്ട്ര കൊള്ള നടത്തുന്ന സംഘമാണ്, അവർക്ക് പിന്നെ ഇറ്റലിയിൽ ഈ ആന്റിക്ക് വിൽക്കുന്ന ബിസിനസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ നീചമായ ആരോപണങ്ങൾ ഉന്നയിക്കൂ. ഇവർക്ക് ഇതിൽ പങ്കുണ്ടെന്നുള്ളതിന്റെ തെളിവ്, ഇവർക്ക് ഇതിൽ നല്ല പങ്കുണ്ട്, ഇവർക്ക് പാർട്ടിക്ക് പങ്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സോണിയാഗാന്ധിയെ പോലും, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി, അങ്ങനെ സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് അഭിലാഷെ ആർക്കും കിട്ടും. ആര് അപേക്ഷ ചോദിച്ചാലും അപ്പോയിന്റ്മെന്റ് കൊടുക്കും. അതിൽ ആ സമയത്ത് എങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്നെന്ന് അടൂർ പ്രകാശ് വ്യക്തമാക്കി കഴിഞ്ഞു. ഇവരുടെ ജില്ലാ സെക്രട്ടറി, ഞാൻ ചോദിച്ചിട്ട്, ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടേ ഇല്ലെന്ന് പറഞ്ഞ റാന്നിയിലെ രാജു എബ്രഹാം ആദ്യം ശബരിമല വെച്ച് കണ്ടു, പിന്നെ റാന്നി വെച്ച് കണ്ടെന്ന് പറഞ്ഞു. അവസാനം കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു അയാളെ കണ്ടത് വീട്ടിൽ പോയി ഞാനും രാജു എബ്രഹാം കൂടി പോയാണ് കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ രാജു എബ്രഹാമിനെ പ്രതിയാക്കാൻ ഈ കേസിൽ പറഞ്ഞു. ഇവരുടെ മുഖ്യമന്ത്രി ഭീമാ ജോലിയുടെ ഒരു മുതലാളിയും വരാതെ, ഒരു ഉന്നതനായ ഒരു ഓഫീസറും വരാതെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം കൊണ്ട് ഭീമാ ജുവലറി എന്ന് പറഞ്ഞപ്പോ ഈ കടുകട്ടിക്കാരനായ മുഖ്യമന്ത്രി തന്റെ സെക്രട്ടേറിയറ്റിലെ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് താഴെ വന്ന് ഇത് കാറിന്റെ ആംബുലൻസിന്റെ നാടമുറിക്കാൻ നിന്ന് ഈ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പ്രതിയാക്കണം ഞങ്ങൾ പറഞ്ഞു. ഇല്ലല്ലോ, ഇതിനായി ഞങ്ങൾക്കിതിനെ വഴുതി വെച്ചുവിടാൻ ആഗ്രഹമില്ല. അപ്പൊ എവർ സോണിയാഗാന്ധിയൊക്കെ ആക്ഷേപിക്കുന്നത് ജനങ്ങൾ പുച്ഛത്തോടാണ് കാണുന്നത്. ഞാൻ ഈ ചർച്ചയുടെ ഈ ഘട്ടത്തിൽ താങ്കളോട് ഒരു കാര്യം പറയാം. ഒന്ന്, ഈ കേസിൽ എന്തൊക്കെയാണ് ഞാൻ അറിയാറുള്ളത്. ഒന്നാമത്തെ കാര്യം, ആകെ എത്ര സ്വർണം ശബരിമലയിൽ നിന്ന് മോഷണം പോയി, അതിൽ എങ്ങോട്ടാണ് ഈ സ്വർണം പോയത്? 3, 1/2 കിലോ സ്വർണം SIT പിടിച്ചെടുത്തു. ഈ സ്വർണം ശരിക്കും ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളിയിൽ നിന്നും ഉണ്ടായിരുന്ന അതേ സ്വർണമാണോ? അന്താരാഷ്ട്ര ഏജൻസികൾ കോടതി ചോദിച്ച പോലെ ഈ കള്ളക്കടത്ത് സംഘങ്ങൾ ആരെങ്കിലും ഈ കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഈ സ്വർണ്ണപ്പാളികൾ അതേപോലെ മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നു പോയിട്ടുണ്ടോ? കോടതി ചോദിച്ച ഉന്നതർ, ഈ കേസിൽ ഇനി പിടിക്കപ്പെടാനുള്ള ഉന്നതർ ആരെല്ലാമാണ്? 5ാമത്തെ ചോദ്യം, CPM പാർട്ടി ദേവസ്വം ബോർഡും സംസ്ഥാന ദേവസ്വം വകുപ്പും ഭരിച്ച 2016 മുതലുള്ള 19 മുതലുള്ള CPM പാർട്ടിയുടെ ഉന്നതന്മാരായ നേതാക്കന്മാർക്ക് ഇതിലുള്ള പങ്കെന്താ? ഇതാണ് അന്വേഷിക്കേണ്ടത്. ഈ അന്വേഷണം നടക്കുന്നില്ല. അതാണ് ദിശ തെറ്റിപ്പോകുന്നു പറയുന്നത്. ഇത് നടക്കണമെങ്കിൽ അറിയണമെങ്കിൽ കടക്കുടയെ പിടിക്കണം, വാസവനെ പിടിക്കണം. ഇവിടെ നൗഷാദ് നിക്കേ പറയുന്നു. അല്ല, വാരിവാഹൻ താങ്കൾ ക്ഷമിക്കൂ, സമാധാനപ്പെടൂ. ഞാൻ തങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ ദേവസ്വം ഫ്രാക്ഷൻ താങ്കൾ നിഷേധിച്ചില്ലല്ലോ. നിഷേധിക്കാൻ കഴിയില്ല, കാരണം ഉണ്ട് അവിടെ ദേവസ്വം മന്ത്രിമാർ ഒരു അംഗങ്ങളാണ്, മുഖ്യമന്ത്രി അംഗമാണോ എന്ന് എനിക്കറിയില്ല. ആണെങ്കിൽ താങ്കൾ പറയണം. ഒരു പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഫ്രാക്ഷൻ ഉണ്ടാക്കി ആ പഞ്ചായത്തിനെ കൊള്ളയടിക്കുന്ന രീതിയാണ് CPM നുള്ളത്. അപ്പൊ ഈ ദേവസ്വം കൊള്ളയിൽ നിങ്ങളുടെ പങ്ക് വ്യക്തമാണ്. നിങ്ങളുടെ പാർട്ടിയാണ് ഇതിലെ പ്രതി. അപ്പൊ വാരിവാഹനം പോയി. അന്ന് ഇവിടെ ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നത് പ്രയാറാണ്. ഓക്കെ, ഞങ്ങൾ സമ്മതിച്ചു. പക്ഷെ വാദിവാഹനം കൊടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷണർ അവിടെ ഉണ്ടായിരുന്നു. അത് കോടതി ശരിവെച്ചു. അതാണ് സത്യം. അല്ലെങ്കിൽ തന്നെ വാരിവാഹനം ആ പോയിട്ട് ആ തന്ത്രിയുടെ കയ്യിലല്ലേ കൊടുത്തത്. അത് കൊള്ളയടിക്കാൻ ഞങ്ങൾ ആരും തമിഴ്നാട്ടിലോ മറ്റിടത്തോ കൊണ്ടുപോയില്ലെന്നോ, ഞങ്ങളുടെ മന്ത്രിമാർ കൂട്ടുന്നില്ലല്ലോ. അപ്പൊ ഇതൊക്കെ പച്ചക്കള്ളം ഒളിപ്പിക്കാൻ വേണ്ടി കാണുന്നവരുടെ എല്ലാം മുകളിലേക്ക് ചെലവായ ഒരു കാര്യം കൂടി പറയാം. ഒരു കാര്യം കൂടി, നൗഷാദ് കുറെ കാര്യങ്ങളിലൂടെ പറഞ്ഞു. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് ഞങ്ങളല്ലേ? പത്മകുമാറിന്റെ അറസ്റ്റ് നിങ്ങളല്ല, ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഹൈക്കോടതി ജഡ്ജി, കോടതി ജഡ്ജിയാണ് ഈ കേസ് പുറത്തു കൊണ്ടുവന്നത്. അപ്പൊ ഗത്യന്തരമില്ലാതെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോ പിന്നെ അവിടെ നിന്നു, പിന്നെ മുന്നോട്ട് പോയില്ല. ഞങ്ങളുടെ ചോദ്യം അവിടെയാണ്. നിങ്ങൾ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തില്ലേ? ചെയ്തു. ഏത് കേസിലാണ്? ശബരിമല സ്വർണ്ണക്കൊള്ളക്ക്. ആരാണ് പത്മകുമാർ? ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തൻ. അങ്ങനെയുള്ള ആളിനെ കൊള്ളക്കേസിൽ, ഈ മോഷണക്കേസിൽ പിടിക്കപ്പെട്ടപ്പോ അയാൾക്ക് പിശക് പറ്റി എന്നാണ് നൗഷാദ് പറയുന്നത്. ഇത് മോഷണക്കേസാണ്. നൗഷാദിന്റെ വീട്ടിൽ കയറി 50 കിലോ സ്വർണം ഒരു കള്ളൻ മോഷ്ടിച്ചുകൊണ്ട് പോയാൽ ആ കള്ളനെ നിങ്ങൾ വിളിക്കുന്നത് പിശക് പറ്റി എന്നാണോ?
അവധാനത ഇല്ലാത്തവരെന്നാണോ അവരെ മോഷ്ടാവെന്നല്ലേ വിളിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞങ്ങളുടെ ചോദ്യം. അല്ല, ഒന്ന് സമാധാനപ്പെടും. അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട മുരാരി ബാബു ഉൾപ്പെടെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും ഏത് സംഘടനയുടെ ഏത് പാർട്ടിയുടെ പ്രവർത്തകരാ? നാട്ടിൽ റിട്ടയർ ചെയ്തതിനു ശേഷം മുരാരി ബാബു നിങ്ങളുടെ പാർട്ടി, സുധീഷ് നിങ്ങളുടെ പാർട്ടി, എല്ലാവരും നിങ്ങളുടെ പാർട്ടി. ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്നത് മൊത്തം നുണയാണല്ലോ. ഞാൻ പറയുന്നു നിങ്ങൾ മൊത്തം നുണയാണല്ലോ. നിങ്ങളുടെ നേതാക്കന്മാർ നാട്ടുകാർക്കറിയാം. കൂടി അറിഞ്ഞിട്ട് വന്ന് ഇവിടെ ചർച്ച നടത്താതെ നിങ്ങൾ ഈ കേസ് പഠിക്കൂ. നിങ്ങൾ ശരിക്കും പഠിക്കൂ. നിങ്ങളുടെ സഹാക്കന്മാരാണ് ഈ കേസിലെ മുഴുവൻ പ്രതികളും. വസ്തുതാപരമായി പറയണം. ആ പാർട്ടിയോട് കേരളത്തിൽ ജനങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ആ ചോദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ചോദിക്കും. ദേവസ്വം ബോർഡ് ബോർഡിൽ അംഗമല്ല, ബോർഡ് മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോലും കഴിയില്ല എന്ന് പോലും അറിഞ്ഞുകൂടാത്ത MLA-മാരുള്ള പാർട്ടിയാണ് നിങ്ങൾ. ശരി, നമുക്ക് ആ തർക്കം വിടാം. എന്റെ പൊന്നിൻ ഔഷാദേ, നിങ്ങൾ ചുമ്മാ അതും ഇതില്ലാതെ അച്ഛൻ പോലെ വർത്തമാനം പറയാം. സഭയിൽ ചോദിച്ചതാണ്. ശരി, അടുത്ത ടേണിൽ ഞാൻ വരാം. ശ്രീ പഴകുളം, ഞാൻ പറഞ്ഞു നിർത്തട്ടെ. പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യും. അല്ല, ഞാൻ എവർ പറയുന്ന ഒറ്റ കാര്യമാണ് പ്രാക്ഷൻ മൊത്തം സത്യമാണ്. എന്തുകൊണ്ട് കടകംപള്ളിയെ ചോദ്യം ചെയ്ത് പിടിച്ചിരുന്നില്ല? കടകംപള്ളി തന്നെ തത്താപത്തെയാണ് പറയുന്നത്. ശരി, കടകംപള്ളിയെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല? ചോദ്യം ശരി. ആരാണ് ദൈവതുല്യൻ? ദൈവതുല്യൻ ഇപ്പൊ ജയിലിൽ കിടക്കല്ലേ? പിതൃസ്ഥാനീയൻ, തന്ത്രി. രണ്ടാമത്തെ കാര്യം, ഒറ്റ കാര്യം പറഞ്ഞു നിർത്താം. രണ്ടാമത്തെ കാര്യം, ഈ പത്മകുമാർ CPM ജില്ലാ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി അംഗത്തെ പരസ്യമായി അടിച്ച് താഴെയിട്ട ആളാണ്. പുറത്താക്കിയില്ല. കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ സമ്മേളനം അലങ്കോലപ്പെടുത്തി പുറത്തു വന്ന മാധ്യമങ്ങൾക്ക് പുറത്താക്കിയില്ല. ശരി, നമുക്ക് വെറുതെ അനാവശ്യമായി കുറച്ചുകൂടെ മാന്യമായി സംസാരിക്കണം. നിങ്ങൾക്കറിയാവോ? ഇല്ല, സമ്മേളനം ഒന്നും അലങ്കോലപ്പെട്ടിട്ടില്ല. ഞാൻ റിപ്പോർട്ട് ചെയ്യാം. അതൊക്കെ സോണിയാഗാന്ധി, അടൂർ പ്രകാശും, ആന്റോ ആന്റണിയും, പ്രയാർ ഗോപാലകൃഷ്ണനും, അജയ് തറയിൽ ഉൾപ്പെടെയുള്ളവർ അഴിയെണ്ണേണ്ടി വരും. ശരി, ഓക്കെ, നമുക്ക് വിടാം. പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വെപ്രാളം. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. 2 റൗണ്ട് കഴിഞ്ഞു. അടുത്ത റൗണ്ടിൽ സംസാരിക്കാം. ശ്രീ പ്രിയദർശൻ തമ്പി, ഇവിടെ ഇതിലെ ചില പ്രാഥമികമായ കാര്യങ്ങളുണ്ട്. നേരത്തെ അങ്ങ് പ്രിലിമിനറി ചാർജ് ഷീറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ. പക്ഷെ ഇതിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന്, ശബരിമലയിൽ നിന്ന് എത്ര സ്വർണം എവിടേക്ക് കൊണ്ടുപോയി? ഇത് 100% കണ്ടെത്തപ്പെട്ടിട്ടില്ല. തൊണ്ടിയായി പിടിച്ചിട്ടുള്ളത് 484 ഗ്രാം സ്വർണ്ണമാണ്. ഇത്രയും സ്വർണ്ണമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. മുഴുവനായിട്ട് സ്വർണം പോയിട്ടുണ്ടോ? ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ദ്വാരപാലക ശില്പപാളികളാവട്ടെ, കട്ടിളപ്പാളികളാവട്ടെ, ഇത് ഒറിജിനൽ ആണോ? മുമ്പേ അവിടെ ഉണ്ടായിരുന്നതാണോ? അതോ പിന്നീട് കൊണ്ടുവച്ചപ്പോൾ അത് പുതിയ സംഗതിയാണോ? ഫോറൻസിക് പരിശോധനയിൽ ചില കാര്യങ്ങൾ ഉണ്ട്. പക്ഷെ അതും 100% കൺക്ലൂസീവായിട്ട് നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ചില ലോഹങ്ങളുടെ സാന്നിധ്യവും അസാന്നിധ്യവും അവിടെ ഇത് പുതിയതാണോ എന്ന സംശയം ഉണ്ടാക്കുന്നുണ്ട്. ഈ അടിസ്ഥാന വസ്തുതകൾക്ക് എത്ര സ്വർണം കൊണ്ടുപോയി? ആ കൊണ്ടുപോയ സ്വർണം എവിടെ? പിടിച്ചെടുത്തത് കൊണ്ടുപോയ സ്വർണം തന്നെയാണോ? തിരിച്ചവിടെ വെച്ചിരിക്കുന്നത് ഒറിജിനൽ ആയിട്ടുള്ള പാളികളാണോ? ഈ ബേസിക് ഫാക്ട്സ് 100% വ്യക്തമാവാതെ എങ്ങനെയാണ് ഈ അന്വേഷണം ഒരു ഇഞ്ചെങ്കിലും മുന്നോട്ട് പോവുക? അല്ല, അത് യാതൊരു സംശയവുമില്ല. കാരണം ഇതുപോലെയുള്ള കേസുകളിൽ നമ്മൾ പലപ്പോഴും കാണുന്നൊരു വസ്തുത, അതിൻ്റെ ആദ്യകാലത്ത് വലിയ വിവാദങ്ങളുണ്ടാകും. പക്ഷെ പിന്നീട് അത് കോടതിയിലൊക്കെ എത്തി ചാർജൊക്കെ ഷീറ്റ് വിചാരണയൊക്കെ നടക്കുമ്പോൾ വർഷങ്ങൾ കഴിയും. അന്ന് ഈ പറയുന്ന രാഷ്ട്രീയ പ്രാധാന്യമൊന്നും ഈ കേസിന് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ യുക്തിയും നിയമവും രണ്ടാണ്. പലപ്പോഴും നമ്മുടെ പൊതുസമൂഹത്തിനുണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കാണും. യുക്തി അനുസരിച്ച് നമ്മൾ ചിന്തിക്കും, ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ആളുകളായി. കോടതിയിൽ അതൊന്നും പ്രസക്തമല്ല. കാരണം കോടതിക്ക് വേണ്ടത് തെളിവുകളാണ്. സസ്പീഷൻ ഹൗഎവർ സ്ട്രോങ് ദാറ്റ് ഈസ് നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ലീഗൽ എവിഡൻസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോടതികളെ നയിക്കുന്ന ഒരു വഴിവിളക്ക്. അതുകൊണ്ട് തന്നെ ഇത് തെളിവുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് വലിയ വെല്ലുവിളി, യാതൊരു സംശയവും വേണ്ട, വലിയ വെല്ലുവിളി ഈ കേസിൽ പ്രോസിക്യൂഷന് ഉണ്ട്, പോലീസിനുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം
ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ എവിഡൻസ് ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യങ്ങൾ അത് എത്രത്തോളം അതിൻ്റെ ഗ്രാവിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി എത്രത്തോളം ഉണ്ട്, അത് എക്സാജറേറ്റഡ് ആണോ, എത്ര സ്വർണ്ണമാണ് അവിടുന്ന് പോയിരിക്കുന്നത്, അത് ചെമ്പിൽ നിന്ന് സ്വർണം മാറ്റിയെടുക്കുകയാണോ ചെയ്തിട്ടുള്ളത്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് റിക്കവർ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാന. മോഷണ കേസുകൾ, ഈ കേസല്ല, ഏത് മോഷണ കേസുകളിലും ഈ ഒരു റിക്കവറി എന്ന് പറയുന്ന സോളിറ്ററി എവിഡൻസ് വെച്ച് തന്നെ ഒരു പ്രതിയെ കൺവിക്ട് ചെയ്യാൻ കഴിയും. കാരണം റിക്കവറി എന്ന് പറയുന്നത് ഒരു പ്രതി അവിടുത്തെ ഒരു സാധനം കൊണ്ടുപോയി ഇന്ന സ്ഥലത്ത് വെച്ച് അത് സ്വർണം ആയിട്ട് ഉരുക്കിയെടുത്തിരിക്കുന്നു, ആ സ്വർണം തത്തുല്യമായ സ്വർണം എവിടെയാണ് വിറ്റിരിക്കുന്നത്, അവിടെ നിന്ന് അത് അയാളുടെ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ അത് റിക്കവർ ചെയ്യണം. അത്തരത്തിലുള്ള വലിയ ലീഗൽ ബാധ്യത, നിയമപരമായ ബാധ്യത ഈ കേസിൽ പോലീസിനുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കുണ്ട് ആ ബാധ്യത. അവർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ഒരു ആർട്ടാണ്. അവർ തീർച്ചയായിട്ടും യാതൊരു രാഷ്ട്രീയ സംബന്ധത്തിനും അടിമപ്പെടാതെ അവസരത്തിനൊത്ത് ഉയർന്ന് ചെയ്യാനുള്ള ബാധ്യത ഉണ്ട്. സാധാരണഗതിയിൽ ഇതുപോലുള്ള SITയുടെ കീഴിൽ വരാത്ത കേസുകളിൽ പോലും അങ്ങനെ ചെയ്യാനുള്ള ഒരു ബാധ്യത അന്വേഷണ ഏജൻസിക്കുണ്ട്. അതുകൊണ്ടാണ് സുപ്രീം കോടതി ശരിയായ രീതിയിൽ പല കേസുകളിലും പറഞ്ഞിട്ടുള്ളത് സ്കൈ ഈസ് ദ ലിമിറ്റ്. ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ ആകാശമാണ് അതിൻ്റെ അതിര് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ എന്നാണ് പറഞ്ഞത്. കോടതികൾക്ക് പോലും ഇടപെടാനുള്ള പരിധികളുണ്ട്. അത്തരത്തിൽ കേസിൻ്റെ അന്വേഷണം തീർക്കണം. കാരണം അന്വേഷണം കുറ്റമറ്റ രീതിയിൽ കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാൽ, ഒരു കേസിൻ്റെ ഫൈനൽ റിപ്പോർട്ട് കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കോടതിയും പ്രതിഭാഗവും പ്രോസിക്യൂഷനും പ്രതിഭാഗവും തമ്മിലുള്ള ഇടപാടാണ്. പിന്നെ പോലീസിന് അതിൽ ഇടപെടാനുള്ള അവകാശമില്ല. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ കൊടുക്കാം പുതിയ മെറ്റീരിയൽ കിട്ടുകയാണെങ്കിൽ. അല്ലാത്ത സാഹചര്യത്തിൽ കഴിയില്ല. അതുകൊണ്ട് തന്നെ കുറ്റമറ്റ രീതിയിൽ ഒരു ചാർജ് ഷീറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ കേസിലെ എല്ലാ പ്രതികൾക്കും വേണ്ടി പ്രഗത്ഭരായ ക്രിമിനൽ അഭിഭാഷകർ തന്നെ ഹാജരാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത്തരത്തിൽ ഈ കേസിലെ ഇഴകീറി പരിശോധിക്കുമ്പോൾ പ്രോസിക്യൂഷൻ ശരിയായ രീതിയിൽ തെളിവുകൾ ഹാജരാക്കിയില്ല എന്നുണ്ടെങ്കിൽ ആ തെളിവുകൾ പലപ്പോഴും അത് പരിശോധിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ആ ബാധ്യത അവർ ഏറ്റെടുക്കണം. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടായിരിക്കണം. കാരണം കഴിഞ്ഞ ഒരു ചർച്ചയിലും പങ്കെടുത്തപ്പോഴും ഞാൻ പറയുകയുണ്ടായ എൻ്റെ ഒരു അഭിപ്രായം, ഒരു അഭിഭാഷകൻ എന്നുള്ള രീതിയിലുള്ള അനവരതമായ എക്സ്പീരിയൻസ് കൊണ്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് പലപ്പോഴും രണ്ട് സൈഡും കേൾക്കാതെ നമുക്കൊരു കേസിൽ ഒരു കൺക്ലൂഷൻ എത്താൻ കഴിയില്ല. ഇപ്പോൾ ഈ കേസിൽ തന്നെ പ്രിലിമിനറി ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തില്ല എന്ന് പറയുമ്പോൾ തന്നെ എന്തുകൊണ്ട് പ്രിലിമിനറി ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടും SITക്ക് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാകും. അപ്പോൾ ആ എക്സ്പ്ലനേഷൻ കൂടി കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്കതൊരു കൺക്ലൂഷൻ എത്താൻ കഴിയുള്ളൂ. കാരണം ലീഗലായിട്ടുള്ള എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകണം. അതുകൊണ്ടായിരിക്കണം അവർ, അല്ലെങ്കിൽ ഒരു പ്രതിക്ക് ജാമ്യം അങ്ങനെ അത്തരത്തിൽ കൊടുക്കാൻ വേണ്ടി ഒരു SIT പോലൊരു ഏജൻസി, ഹൈക്കോടതി മോണിറ്റർ ചെയ്യുന്ന ഒരു ഏജൻസി, സ്വാഭാവികമായി ഒരു പൊട്ട ചാർജ് അവർക്ക് കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ പല കേസുകളിലും ഒരു പ്രിലിമിനറി ചാർജ് എന്ന് പറയുമ്പോൾ അതാണ് ചെയ്യുന്നത്. കാരണം 89-ാം ദിവസം കൊണ്ടൊരു ചാർജ് ഷീറ്റ് പോലീസ് കോടതിയിൽ ഫയൽ ചെയ്യും, ഒരു പ്രിലിമിനറി ചാർജ്. 90-ാം ദിവസം ഒരു പ്രതിയുടെ അഭിഭാഷകൻ ഒരു ഡിഫാൾട്ട് ബെയിലിന് വേണ്ടി കോടതിയിൽ ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇന്ന് രാവിലെ കൊണ്ട് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്, ബെയിൽ കിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ നമുക്കറിയില്ല. തീർച്ചയായിട്ടും വെല്ലുവിളി തന്നെയാണ്. അഭിലാഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം ഈ കാര്യങ്ങളെല്ലാം തെളിയിക്കപ്പെടണം. കോടതിയിൽ വരുമ്പോൾ ഈ പ്രിസംപ്ഷൻ ഒന്നുമില്ല ഈ കേസിൽ പ്രോസിക്യൂഷന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പൊതു സിസ്റ്റം അനുസരിച്ച് അക്യൂസ്ഡ് ഈസ് പ്രിസ്യൂംഡ് ടു ബി ഇന്നസെന്റ് അണ്ടിൽ ദ കോൺട്രറി ഈസ് പ്രൂവ്ഡ് എന്നുള്ള പൊതുതത്വം, ഇന്ത്യൻ ക്രിമിനൽ ലോ നിയമത്തിലെ പൊതുതത്വം ഈ കേസിലെ പ്രതികൾക്കും ആപ്ലിക്കബിൾ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ബെനിഫിറ്റ് അവർക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ പഴുതടച്ചുള്ള അന്വേഷണം നടത്തേണ്ടതായുണ്ട്. ആ വലിയ വെല്ലുവിളി ഈ കേസിന്റെ ഒരു പ്രാധാന്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഏറ്റെടുക്കാൻ വേണ്ടി പോലീസും ഗവൺമെന്റും അന്വേഷണ ഏജൻസിയും എല്ലാം തയ്യാറാവണം. അല്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് അത് പോകും, യാതൊരു സംശയവുമില്ല. ശരി. അവിടെ ശ്രീ നൗഷാദ് MLA ഇപ്പോൾ നേരത്തെ പറഞ്ഞു കോർട്ട് മോണിറ്റേർഡ് പ്രോബാണ്, അപ്പോൾ കോടതിയോട് ചോദിക്കണം എന്ന്. ജാമ്യം പരിഗണിക്കുന്ന സിംഗിൾ ബെഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ജഡ്ജിമാർ ഓരോരോ സന്ദർഭങ്ങളിൽ അവർക്ക് തോന്നിയ അഭിപ്രായം രേഖപ്പെടുത്തി എന്ന് വരും എന്നാണ്. എന്ന് പറഞ്ഞാൽ വിമർശിച്ചാൽ അത് തോന്നിയ അഭിപ്രായം, വിമർശിക്കുന്നില്ലെങ്കിൽ കൊള്ളാം ഗംഭീരം, എല്ലാം കോടതി നോക്കിക്കോളും. ഇത് ഒരു രാഷ്ട്രീയ വിഷയം കൂടിയാണല്ലോ. നിങ്ങൾ പ്രതിപക്ഷവും ഭരണപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും വാചകമേള നടത്തുക എന്നുള്ളതിനപ്പുറത്ത് എന്താണ് ശബരിമലയിൽ സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ചിത്രം ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ബാധ്യത, ഭക്തന്മാർക്ക് കൊടുക്കാനുള്ള ബാധ്യത ഭരണകൂടത്തിനില്ലേ? അല്ല അഭിലാഷ, എനിക്ക് തിരിച്ചങ്ങോട്ടാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ മോണിറ്റർ ചെയ്യുന്ന, അവർ നേരിട്ട് ചുമതലപ്പെടുത്തിയ ഏജൻസി നടത്തുന്ന അന്വേഷണ സംഘത്തോട് വിവരങ്ങൾ ആരായാൻ, അവരെ വിളിച്ചു വരുത്താൻ മുഖ്യമന്ത്രിക്ക് കഴിയുമോ? അതിനാണ് മറുപടി പറയേണ്ടത്. രണ്ട്, ഇവിടെ ഇപ്പോൾ ശ്യാം പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലോ ബില്ല് മാറുന്നതുൾപ്പെടെ, നിങ്ങളത് പ്രിയദർശൻ തമ്പിയോട് ചോദിച്ചാൽ മതി. അറിഞ്ഞുകൂടാതെ വർത്തമാനം പറയരുത്.
നിയമങ്ങൾ എന്താണെന്നറിയണം. ഇവിടെ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ചുമതലയുള്ള മന്ത്രി, അതല്ലേ നമ്മൾ ദേവസ്വം മന്ത്രി എന്നാണ് വെപ്പ്. പക്ഷെ ദേവസ്വം ബോർഡ് യോഗത്തിൽ പങ്കെടുക്കാൻ, ബോർഡ് മീറ്റിംഗിൽ പങ്കെടുക്കാൻ അവകാശമില്ല. സ്വാഭാവികമാണല്ലോ. എത്ര പേർക്കറിയാം? ഞാൻ പറഞ്ഞ എത്ര പേർക്കറിയാം? അവർക്ക് പങ്കെടുക്കാൻ പോലും, ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോലും അവകാശമില്ല. പിന്നെ ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് പത്മകുമാർ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ കൊള്ളാം. ഞങ്ങൾ അന്നും പറഞ്ഞ നിലപാട്, ഈ അന്വേഷണത്തിൽ ഇടപെടുന്ന പ്രശ്നമേ ഇല്ല, ഞങ്ങൾ ഇടപെടുകയില്ല. എന്നിട്ട് അതിൽ അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയപ്പോൾ അതിനെതിരായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതിൽ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഡിവിഷൻ ബെഞ്ചാണ് വളരെ വിശ്വസ്തരായിട്ടുള്ള കഴിവുള്ളവരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് അവർ അവരുടെ വിധിയിൽ കൃത്യമായി പറഞ്ഞു. ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടി ഈ തരത്തിലുള്ള വർത്തമാനം നടത്തരുത് എന്നും ഭംഗ്യന്തരേണ പ്രതിപക്ഷ നേതാവിനെ ഉന്നം വെച്ച് പറയുകയുണ്ടായി. പിന്നെ കടകംപള്ളിയെ സംബന്ധിച്ച്, കടകംപള്ളിയല്ല ആരായിരുന്നാലും എം നൗഷാദ് ഉണ്ടായാലും അത് CPM-ൻ്റെ നിലപാട്, ഇടതുപക്ഷത്തിൻ്റെ നിലപാട്, ഗവൺമെൻറ്റിൻ്റെ നിലപാട്. ആരാണോ കുറ്റം ചെയ്തിട്ടുള്ളത് അവർ ശിക്ഷിക്കപ്പെടണം. പിന്നെ ഓരോരുത്തർ ചെയ്യപ്പെടുമ്പോഴും പാർട്ടിയെ അത്തരത്തിൽ, അതിനാണ് ഞാൻ നേരത്തെ ചോദിച്ച, ഒരു MLA ഇപ്പോൾ അകത്ത് കടന്നിട്ട് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ, അതുകൊണ്ട് എല്ലാ MLA UDF-ൻ്റെ എല്ലാ MLA-മാരും അങ്ങനാണോ വ്യാഖ്യാനിക്കുന്നത്? ആ തലത്തിലേക്ക് പോകണ്ട. ഇപ്പം കടകംപള്ളിയെ അവർ ക്വസ്റ്റ്യൻ ചെയ്തല്ലോ, നിങ്ങൾ കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യണമെന്ന്. ഇതെന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അത് അവർക്ക് കൃത്യമായി വിവരങ്ങൾ കൊടുക്കുന്നുണ്ട് ഹൈക്കോടതിക്ക്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ അന്വേഷണത്തിന് എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ എന്തുകൊണ്ടാണ് ഇവിടെ പ്രിയദർശൻ തമ്പി പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് കുറ്റപത്രം കുറ്റപത്രം കൊടുത്താൽ മതിയോ? തട്ടിക്കൂട്ടി ഒരു കുറ്റപത്രം കൊടുത്താൽ വളരെ സങ്കീർണമായ ഒരു വിഷയം, വളരെ നമ്മൾ പറഞ്ഞ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശബരിമല പോലുള്ള ഒരു സ്ഥലത്ത് നടന്നു എന്ന് നമുക്ക് ബോധ്യമുള്ള ഒരു സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ തട്ടിക്കൂട്ടി അവിടുന്ന് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ഒരു ചാർജ് ഷീറ്റ് കൊടുത്താൽ മാത്രം മതിയോ? അതിൻ്റെ ഡെപ്തിലേക്ക് പോകണം. ആ കൃത്യമായി കുറ്റമറ്റ അന്വേഷണമാണ് വേണ്ടത്. ഒരു ജാമ്യം കിട്ടി പുറത്തിറങ്ങിയെന്ന് പറഞ്ഞാൽ അവർക്ക് പുറത്തു പോകാനൊന്നും, രാജ്യം വിട്ട് പോകാനൊന്നും കഴിയത്തില്ലല്ലോ. നാളെ ആയാലും കുറ്റപത്രം സമർപ്പിക്കപ്പെടുമ്പോൾ അതിൽ കൃത്യത, മുഴുവൻ പേരും ഇതിൻ്റെ പേരിൽ ഒരാളും രക്ഷപ്പെടാൻ പാടില്ല. ഇതിൽ കണ്ണികളായിട്ടുള്ള മുഴുവൻ കണ്ണികളും ചേർത്തുകൊണ്ട് തന്നെ കൃത്യമായ ചാർജ് ഷീറ്റ് ഉണ്ടാകണം. സാങ്കേതിക അർത്ഥത്തിൽ ചാർജ് ഷീറ്റ് കൊടുക്കുക എന്നുള്ളതല്ല സർക്കാരിന്റെ നിലപാട്. ഒരു ഇടപെടലും ഗവൺമെന്റ് നടത്തുന്നില്ല. മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് ഓരോ സമയത്ത് ഓരോ ജഡ്ജിമാർക്ക് തോന്നുന്ന അഭിപ്രായം പറയുന്നുള്ളതല്ല, അവരുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്നതർത്ഥല്ല. അതേസമയം ജഡ്ജ്മെന്റ് പറഞ്ഞതിനെ സംബന്ധിച്ച് വായിൽ തോന്നിയത് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു എന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ്. അഭിലാഷം, ഞാൻ അവസാനിപ്പിക്കാം. മറ്റൊന്നുമല്ല, രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പ്രതിപക്ഷ ഈ വേലത്തരം എല്ലാം കാണിക്കുന്നത്. ഒന്ന്, കേന്ദ്ര ഗവൺമെന്റ് ബഡ്ജറ്റ്, കേരള ബഡ്ജറ്റ്. ഇത് രണ്ടും ബഡ്ജറ്റ് ചർച്ചയിൽ നിന്നും അവർക്ക് പങ്കെടുക്കാൻ കഴിയില്ല. കാരണം കേരളത്തോട് കാണിച്ച അവഗണനയ്ക്കെതിരായി സ്വാഭാവികമായിട്ടും പറയേണ്ടി വരും. അങ്ങനെ പറയാൻ അവരിഷ്ടപ്പെടുന്നില്ല. കേന്ദ്ര ബഡ്ജറ്റിനെതിരായി വർത്തമാനം പറയാൻ അവരിഷ്ടപ്പെടുന്നില്ല. രണ്ട്, ഈ ഗവൺമെന്റ് ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റിനെ എതിർക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. മൂന്ന്, ഈ കേസ് കൃത്യമായി സഭയിൽ ചർച്ച ചെയ്താൽ പൊള്ളും. ഇതെല്ലാം ഒഴിവാക്കാനുള്ളൊരു മാർഗം ഞാൻ പറയും, ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് ജനങ്ങളുടെ ഈ മുഴുവൻ പേരുടെ വിശ്വാസികളുടെ മാത്രമല്ലല്ലോ അവിശ്വാസികളെയും ബാധിക്കുന്ന പ്രശ്നമാണല്ലോ ബഡ്ജറ്റ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകാതെ, ഒരു ദിവസത്തെ ചർച്ചയിൽ പോലും പങ്കെടുക്കാതെ വളരെ ബോധപൂർവ്വം ഇതിൽ നിന്നെല്ലാം ഒളിച്ചോടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ തരത്തിൽ ഇതെല്ലാം ചർച്ച ചെയ്യുമ്പോൾ കേറി കാണിച്ചതിനെ കുറിച്ച് അത്രയും കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അവർ നിലവിൽ പ്രതിഷേധമൊക്കെ ആകാം. ഞാൻ പറയുകയാണ്, ഇപ്പം ശിവൻകുട്ടി പണ്ട് ഈ തരത്തിൽ അത് അവിടെ കയറിയിട്ടില്ല, നിന്ന ഫ്ലോറിലാണ്, സ്പീക്കറുടെ ഡയസിലേക്ക് കയറിയിട്ടല്ല. അതെല്ലാം ഇപ്പോഴും കാണിക്കുന്നവർ, അതിനെതിരായി വർത്തമാനം പറഞ്ഞവർ, അത് അടിവസ്ത്രം കാണിച്ചു എന്ന് പറഞ്ഞവർ, ഈ പണി അടിവസ്ത്രം കാണിക്കാൻ വന്ന പണി, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായം ഇല്ലാതിരിക്കുന്നത് ശരിയല്ല എന്നുകൂടിയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമുക്ക് ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്യാംരാജ്, ഇപ്പോൾ ഈ അന്വേഷണത്തിന് പോരായ്മ ഉണ്ടോ ഇല്ലയോ ചർച്ച ചെയ്യാം. ഈ അന്വേഷണം മാത്രമല്ല നടക്കുന്നത്, ED ഒരു ECIR എടുത്തിരുന്നു, ED അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്, മണി ട്രയൽ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ പുറകെ എന്താ ആരും സ്കാനർ കൊണ്ട് പോവാത്തത്? ഇത് ശരിയാണോ അല്ലയോ എന്നൊക്കെ അഭിലാഷം, ഞാൻ അതിലോട്ട് വരാൻ തീർച്ചയായിട്ടും. അതിന് മുമ്പ് ഒന്ന് നമ്മൾ കേരളം രൂപീകൃതമായ 56-ൽ 50% സാക്ഷരത ഉണ്ടായിരുന്ന മലയാളികളുടെ വിദ്യാഭ്യാസത്തിന്റെ ഉന്നമനം പോലും സ്വന്തം ക്രെഡിറ്റ് ആക്കി എടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, NHA നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പണിയുന്ന റോഡുകൾ പോലും സ്വന്തം കീശയിലാക്കാൻ വേണ്ടിയിട്ട് ഫ്ലെക്സ് അടിച്ച് വെക്കുന്ന റിയാസ് ഉള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ അവർ പറയുന്ന വാദം ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നപ്പോൾ ദേവസ്വം മന്ത്രിക്ക് അതിനകത്തൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ലെന്നാണ്. എന്തൊരു വാദമാണെന്ന് ആലോചിക്കുക. ആ വാദത്തിന്റെ ലോജിക്ക് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. അങ്ങനെയെങ്കിൽ കേരളത്തിൽ നേട്ടം ഉണ്ടായി എന്നൊക്കെ ഇവർ വാദിക്കുമ്പോൾ അത് മൊത്തം ചീഫ് സെക്രട്ടറിയുടെ ആണെന്ന് ഇവർ പറയും. എങ്ങനെയാണ് അടിസ്ഥാനപരമായിട്ട് ദേവസ്വം മന്ത്രിക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുക? ഞാൻ ഇതിനകത്ത് ഒരു സാമാന്യ യുക്തി ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പം നമ്മുടെ പഞ്ചായത്ത് ഇപ്പോഴത്തെ അപ്പോഴത്തെ 2019 കടകംപള്ളി അല്ല, നിങ്ങൾ കുറ്റം പറയുന്നുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ കുറ്റം പറയുന്നുണ്ടോ? അല്ല, നിങ്ങൾ അദ്ദേഹത്തെ കുറ്റം പറയുന്നുണ്ടോ? നിങ്ങൾ കുറ്റം പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ അവരെ സംരക്ഷിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അവരെ സംരക്ഷിക്കുന്നു. അല്ല, നിങ്ങൾ അവരെ സംരക്ഷിക്കുന്നു. അല്ലെന്ന് നിങ്ങൾ അവരെ സംരക്ഷിക്കുന്നു. പോയി ജയിലിൽ കിടക്കേണ്ടി വരും. അന്വേഷണം നടക്കണമെന്ന് വരുമല്ലേ? നിങ്ങൾ വരട്ടെന്ന്. നിങ്ങൾ സംരക്ഷിച്ചാലും നടക്കില്ല. അതാ പറഞ്ഞോളൂ. അന്നാലും പേടിക്കരുത്, നെഞ്ചിന് വേദന അഭിനയിക്കരുത്, പേടിക്കരുത്, നെഞ്ചിന് വേദന അഭിനയിക്കരുത്. ED ആയാലും കള്ളത്തരം ഏറ്റവും വലിയ കള്ളത്തരം കാണിക്കുന്നവരെ നിങ്ങൾ. അത് ശരി, എന്റെ പോയിന്റ്. ഇവിടുത്തെ പ്രശ്നം അറിയോ? ഒന്ന് നോക്കൂ. സാമാന്യ യുക്തിക്ക് ഒരു പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടിയിട്ട് പോകുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും? കൃത്യമായിട്ട് അന്വേഷിച്ച് അതിലെ കൊള്ളക്കാരെ മുമ്പിലോട്ട് കൊണ്ടുവച്ചിട്ട് ആ കള്ളന്മാരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കണ്ടോ ഇതാണെന്ന് പറയൂലേ? ഇവർക്ക് ഇത് പറയാൻ പറ്റാത്തെന്താ? ഈ അന്വേഷണം മുമ്പോട്ട് പോയാൽ ജയിലറുകൾക്ക് ഇവർക്ക് കിടക്കേണ്ടി വരും. കിടക്കേണ്ടി വരും. സർക്കാരായിരുന്നു. നിങ്ങൾ അവിടെയാണ് പ്രശ്നം. അങ്ങനെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യണം. കള്ളന്മാരെയും കൊള്ളക്കാരെയും ഇടവേളയ്ക്ക് ശേഷം നമുക്ക് മടങ്ങിയെത്താം. ഇടവേള ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീ പഴവളം മധു, നിയമസഭാ സമ്മേളനം കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോവാണ്. അപ്പൊ തെരഞ്ഞെടുപ്പിൽ ഇത് കത്തിച്ചു നിർത്തണം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോറ്റിയെ കയറ്റിയെ ആയിരുന്നു മുഖ്യ വിഷയം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും ഇത് കത്തിച്ചു നിർത്തണം, മറ്റു വിഷയങ്ങളിലേക്കൊന്നും പോകണ്ട എന്ന് കണക്കാക്കിയുള്ള ഒരു പൊളിറ്റിക്കൽ പ്ലാനിങ്ങും കൂടി ഉണ്ടോ ഇതിനകത്ത്? താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഈ പ്രശ്നം ഒരു ഗൗരവമുള്ള പ്രശ്നമല്ലെന്ന്? ഈ പ്രശ്നം ഇതിൽ തെളിവുകൾ ശേഖരിച്ചു തോന്നുന്നു, പ്രതികളെല്ലാം അറസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ എങ്ങനെ പ്രതിഷേധിക്കായിരിക്കും? ഞങ്ങളുടെ പ്രതിഷേധത്തിന്റെ മോഡസ് ഓപ്പറണ്ടി തീരുമാനിക്കാൻ എനിക്കാണ് അവകാശമെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കണം. ഇവർ സമരം ചെയ്യാത്തവരാണ്. നടത്തവർ ഇറങ്ങാം. ഈ നൗഷാദിനെ നിർത്തൂ പ്ലീസ്. നൗഷാദ് നിർത്തൂ. നിങ്ങളൊരു MLA അല്ലേ? നിങ്ങൾ ഇങ്ങനെ എന്റെ ഇല്ല പ്ലീസ്. നൗഷാദെ തടസ്സപ്പെടുത്തായിരിക്കും. നിങ്ങൾ നിയമസഭ അംഗമല്ലേ? നിങ്ങൾക്ക് ഉത്തരവില്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കൂ. അപ്പൊ ഞാൻ ചോദിക്കും ഇത്രേ ഉള്ളൂ. അല്ലേ ഈ കൊടിമരം ചീത്തയാക്കിയതിന്റെ നൗഷാദ് പറഞ്ഞു. അത് രാജഗോപാലൻ നായർ പ്രസിഡന്റായിരുന്ന സമയത്താണ് കൊടിമരം ചീത്തയാക്കിയതെന്നും എക്സിക്യൂട്ടീവ് ഓഫീസർക്കെതിരായിട്ട് നടപടി വേണമെന്നും ആവശ്യപ്പെട്ട റിപ്പോർട്ടിന്റെ കോപ്പി അഭിലാഷ എന്റെ കയ്യിലുണ്ട്. പറയുന്നില്ല. താങ്കൾ ചോദിച്ചല്ലോ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് കത്തിച്ചു നിർത്താൻ വേണ്ടിയാണോ? ഇത് കേരളം കത്തുന്ന ഒരു വിഷയമാണത്. ഇത് ലക്ഷോപലക്ഷം വരുന്ന, കോടിക്കണക്കിന് വരുന്ന കേരളത്തിലെ ജനങ്ങളുടെ വൈകാരികമായ പ്രശ്നമാണ്. ഈ പ്രശ്നത്തിൽ സർക്കാരിന്റെ കേസ് മുൻപോട്ട് കൊണ്ടുപോകാൻ ഒരു താല്പര്യവുമില്ല. പ്രിലിമിനറി റിപ്പോർട്ട് പോലും കോടതിയിൽ കൊടുക്കാതെ പ്രതികൾക്ക് ഓരോരുത്തർക്കും ജാമ്യം കൊടുക്കാൻ അവസരമുണ്ടാക്കി തുറന്നു കൊടുത്തിട്ട് ഇവരെല്ലാം മാന്യന്മാരെ പോലെ ഞെളിച്ചിരിക്കുകയാണ്. ഇവർ കുറ്റവാളികളാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ഈ മൗനം. ഇപ്പോൾ BJP പ്രതിനിധി ചോദിച്ച പോലെ ഇവരുടെ കൈകൾ ശുദ്ധമായിരുന്നെങ്കിൽ ഇവർക്ക് ഭയക്കാനും
ഒളിക്കാനും ഒന്നും ഇല്ലാതിരുന്നെങ്കിൽ ഇവർ ഈ അന്വേഷണത്തിൽ എത്ര കോലാഹലം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളം ചർച്ച ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇത് തന്നെയാണ്. പരസ്പരം ഏറ്റുമുട്ടാൻ പോവുകയാണ് തെരുവിൽ. നോക്കാം നമുക്ക്. അതേസമയം തന്നെ അന്വേഷണവും നല്ല രീതിയിൽ പുരോഗമിക്കട്ടെ. സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. 4 പേർക്കും വളരെ നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.